വചനം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവ കുഞ്ഞുങ്ങളോട്, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശീ ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ വരുമെന്ന് തിരുവചനം ഏറ്റെടുത്ത കൊണ്ണിയൂരിലെ ദൈവ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി സ്വർഗമുഖത്തേക്ക് നോക്കി പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. കൊണ്ണിയൂരെ പുളിമൂടെ ഉണ്ടപ്പാറേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 7-ാമത്തെ വാക്യം. കുഞ്ഞു വായിച്ചേട്ടെ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 13 വേഴ്സ് 7 വായിക്കാം. ബൈക്കിൽ കൂടെ വായിച്ചാട്ട് മോനെ. വെളിപ്പാട് 13 7-ാമത്തെ വാക്യം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കാൻ അതിന് അധികാരം ലഭിച്ചു. അവൻ അധികാരം എവിടൊക്കെ ലോകം മുഴുവൻ ഒരു അധികാരം വരാൻ പോകുന്നു. അതാ സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ലോകമിളകുന്നു ഒരന്തിമ യുദ്ധത്തിലേക്ക്, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ. ഇതിനാസ്പദമായി ഇന്ന് രാത്രി 12 വാക്യങ്ങളായിരിക്കും വായിക്കുന്നത്. 8 വാക്യം കഴിയുമ്പോൾ 1 സെക്കൻഡ് നിർത്തുകയും ആ സമയത്ത് നമ്മുടെ മക്കൾ പാടുകയും കാണിക്കെടുക്കും. 4 വാക്യം കൂടെ വായിക്കുമ്പോൾ ഇന്നത്തെ ഇസ്രായേൽ ഇറാൻ, ഇസ്രായേൽ ഹമാസ്, റഷ്യ ഉക്രൈൻ, നിങ്ങളുടെ പത്രവാർത്തയും ബൈബിളും ചേർക്കുമ്പോൾ ഈ തലമുറയിൽ കർത്താവ് വരുമെന്നറിയാം. അതിനെ ബേസ് ചെയ്തായിരിക്കും ഈ രാത്രിയും നമ്മൾ ദൈവവചനത്തിലേക്ക് കടക്കുന്നത്. ഒരിക്കൽ കൂടി കണ്ണുകൾ അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ചതഞ്ഞ ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെടണമെന്ന് എത്ര പേർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. അപ്പോസ്തല പ്രവൃത്തി 1 ഹല്ലേലൂയ. യേശു പറഞ്ഞു വാഗ്ദത്തത്തിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം പട്ടണം വിട്ടുപോകാൻ. അപ്പോസ്തല പ്രവൃത്തി 2 സ്തോത്രം, അവർ പെന്തക്കോസ് പെരുന്നാളിൽ അത് പ്രാപിച്ചു. 3 അച്ചായബ്ബാബെ കേൾക്കണം. യെരൂശലേമിന്റെ ദൈവാലയ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പത്രോസും യോഹന്നാനും കാലുകൾ ഉറയ്ക്കുവാൻ തുടങ്ങി, അവന്റെ നരയാണികൾ ഉറയ്ക്കുവാൻ തുടങ്ങി. അവൻ തുള്ളിച്ചാടി ദൈവാലയത്തിലകത്ത് കടന്നെങ്കിൽ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി വചനവും ആരാധനയും ഇവിടെ വെളിപ്പെടുമ്പോൾ ഇന്ന് രാത്രി ചില കുരുടായ കണ്ണുകൾ, ചില മുടന്തായ കാലുകൾ, പാപത്തിന്റെ കുറ്റങ്ങൾ മാറി ചിലത് ദൈവാലയത്തിൽ കടക്കുന്ന ദിനങ്ങളായി മാറട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിൽ കഴിഞ്ഞ ദിനങ്ങൾ ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്ന അങ്ങയുടെ ശബ്ദം, പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്ന അങ്ങയുടെ ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാകുന്ന അങ്ങയുടെ ദിവ്യ ശബ്ദം, കാദേശ് പരുവൂനെ നടക്കുന്ന ദിവ്യ ശബ്ദം ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് മുഴങ്ങുമ്പോൾ ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ചില മദ്യപാനികൾ ഇന്ന് രാത്രി യേശുവിനെ കാണുവാ, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുവാ, കുടുംബജീവിതം തകർന്ന ചിലർ കുഞ്ഞുങ്ങളുടെ കരങ്ങൾ ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി ഉയരുക ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കാട്ടത്തിയുടെ പാരമ്പര്യത്തിരുന്ന സക്കായിയുടെ വീട്ടിൽ എൻ്റെ നാഥൻ ഇറങ്ങിയപ്പോൾ ആ കുടുംബത്തിന് രക്ഷ വന്നതുപോലെ 103ാമത് കൺവെൻഷനിൽ ചില കുടുംബങ്ങൾ രക്ഷയുടെ പാനപാത്രം എടുക്കുവാൻ ഈ കൺവെൻഷൻ മുഖാന്തരമാകണമേ. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന മക്കൾ എല്ലാവരും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ വാതിലുകൾ തുറക്കണം.
കേൾക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഈ രാത്രി ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഉയരണം. ആദിയോണന്ത തിരുശാന്തിൽ മറയ്ക്ക് കുഞ്ഞുങ്ങളെ ഈ രാത്രി വിടുതലോടെ കടത്തിവിടും. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക്. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ ലഘുവായി, ഏറ്റവും നിർണായകമായി ലോകരാഷ്ട്രീയവും ഇന്നത്തെ ബൈബിളും എസെക്കിയേൽ പ്രവചനവുമായിരിക്കും വെളിപ്പാട് തുടക്കത്തിൽ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, തിരുവചനത്തിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ ഒന്നാമത്തെ ശിക്ഷ കൊടുത്തു. നിങ്ങൾക്കറിയാം ഇതിന്റെ പ്രത്യേകത എന്താ? വിശുദ്ധ ബൈബിളിനകത്ത് 3 ഭാഗങ്ങൾ കരം വെക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. യോഹന്നാൻ, പൗലോസ്ലീഹ 14 ലേഖനങ്ങൾ എഴുതി, പക്ഷെ സുവിശേഷം എഴുതിയില്ല, പ്രവചനം എഴുതിയില്ല. ലൂക്കോസ് വൈദ്യൻ സുവിശേഷം എഴുതി, 2 സഭയുടെ ചരിത്രം എഴുതി, അവൻ പ്രവചനം എഴുതിയില്ല. പക്ഷേ യോഹന്നാൻ അപ്പോസ്തലന്റെ പ്രത്യേകത സഹോദരങ്ങൾ കേൾക്കണം. 1, യോഹന്നാൻ സുവിശേഷം എഴുതി. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിന്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ സുവിശേഷത്തിൽ കൂടി വരച്ചു കാട്ടി. 2, അവൻ ലേഖനം എഴുതി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. വരാൻ പോകുന്ന കാലം യോഹന്നാൻ എഴുതി. ഇന്ന് രാത്രി നമ്മുടെ കൊണ്ണിയൂർ കൺവെൻഷനിൽ യോഹന്നാൻ അപ്പോസ്തലനെ കൊണ്ടുവരണം. ചോദിക്കണം, അപ്പച്ചാ സുവിശേഷം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? പ്രവചനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? ലേഖനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? ബഥേൽ പുനലുകൾ ദൈവമക്കൾ കേൾക്കണം. അന്ന് വഴിവക്കിൽ നമ്മുടെ പൂവച്ചലോ ആര്യനാടോ ഒരുവൻ സുവിശേഷം പറഞ്ഞാൽ അവനെ റോമിന്റെ പടയാളികൾ പിടിച്ചുകൊണ്ടു. അതിന്റെ പ്രത്യേകത, ആദ്യത്തെ ഭൂഗർഭ തിയേറ്റർ ഇവിടെ തിരുവനന്തപുരത്ത്. രക്ഷയില്ല. തിരുവചനവുമായി നിൽക്കുന്ന ഉപദേശം ഒരു വാക്ക് പറയും, മാറാനാഥ യേശുവേ വരേണമേ. പെന്തിക്കോസ്തുകാർ കേട്ടോ, പെന്തിക്കോസ്തുകാർ കേട്ടോ. അത്ഭുതം അടയാളമല്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കാട്ടാക്കട പരസ്യയോഗത്തിൽ ഒരുവൻ യേശു രക്ഷകൻ എന്ന് പറഞ്ഞാൽ അവനെ റോം പിടിച്ചോണ്ടു. എവിടെ കൊണ്ടുപോകുന്നറിയാമോ? ചൂണ്ടുപലകെ നല്ല മരം നിപ്പുണ്ട്. ആ മരത്തിനകത്ത് 2 ചില്ലകൾ ഇങ്ങനെ കൂട്ടിയടിപ്പിക്കും വടം കൊണ്ട്. തല താഴോട്ടും കാലുകൾ ചെറിയ ചില്ല കെട്ടും. എല്ലാം കേട്ടോണം. അതിനുശേഷം കാൽ മുറുകുമ്പോൾ സൈന്യാധിപൻ വിസിലടിക്കും, മേളിലെ വടം അങ്ങ് വിട്ടേക്കാൻ. വടം വിടുമ്പോൾ വേഗത്തിൽ 2 ചില്ലകൾ അകന്ന് മാറുമ്പോൾ ഒരു സഹോദരി മീൻ കീറുന്നത് പോലെ ഉപദേശിയുടെ ശരീരം 2ആയി മരക്കൊമ്പിൽ കിടക്കും. അവസാന സമയം ഒരു ശബ്ദം കേൾക്കും, മാറാനാഥ യേശുവേ വരേണമേ. പെന്തിക്കോസ്തുകാരെ, വചനം കയ്യിലെത്തുവാൻ മൂന്നാമത് ഇവിടെ പരിശോധനയിലോ കവലയിലോ കൊണ്ണിയൂരിലോ ഒരു ചെറുപ്പക്കാരൻ പ്രസംഗിച്ചാൽ അവനെ പിടിച്ചുകൊണ്ടു. എവിടെ കൊണ്ടുവന്നറിയാമോ? ഈ കാട്ടാക്കട തിരുവനന്തപുരം റോഡ് അല്ലെങ്കിൽ പോങ്ങമോട് റോഡ്, നെല്ല റോഡ്, അവിടെ ടാർപാട്ട എടുക്കും. ടാർ ചെയ്യുന്ന പാട്ട ചൂടാക്കും. തലയുടെ ആകൃതിയിൽ ഒരു വൃത്തം, അതിനകത്ത് അത് കട്ട് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ തല ഇടിച്ച് കയറ്റും. ടാർപ്പാട്ട ചൂടാക്കും. നല്ല ഒരു കാട്ടാക്കടന്ന് കണ്ടലോട്ട് പോകുന്ന അങ്ങനെ പാട്ടയ്ക്കകത്ത് ഈ കുഞ്ഞിനെ അങ്ങോട്ട് തീ കത്തിച്ചു വിടും. അവൻ്റെ തല ടാർപ്പാട്ടയ്ക്കകത്ത് അങ്ങ് വേന്തുകൊണ്ടിരിക്കും. കാല് കമ്മട്ടമടിക്കുമ്പോൾ ആരും അറിയാതൊരു ശബ്ദം ടാർപ്പാട്ട കേൾക്കും, മാറാനാഥ യേശുവേ വരേണമേ. തീർന്നില്ല. വചനമെടുത്തവർക്ക് കൊടുത്ത റോമിന്റെ ശിക്ഷാവിധി. അതിനുശേഷം ഒരു കുഞ്ഞിവിടെ എവിടെയെങ്കിലും ആയിക്കോട്ടെ കുറ്റിച്ചൽ യോഗത്തിൽ പ്രസംഗിച്ചാൽ പിടിക്കും. അവൻ എവിടെ കൊണ്ടു? കാരാഗ്രഹം, റോം. അവൻ്റെ വായിലോട്ട് ഹോസ് വെക്കും, വെള്ളം പമ്പ് ചെയ്യും. നമ്മുടെ കാട്ടാക്കട ഭാഷയിൽ പറഞ്ഞാൽ അവൻ്റെ പള്ളവീർക്കും, അബോധാവസ്ഥയിലാവും, കൈകാലുകൾ കെട്ടും. അതിവേഗത്തിൽ സൈന്യാധിപൻ ഒരു കുതിരയുമായി പാഞ്ഞു വരും. കുതിരയുടെ കുളമ്പടി ഉപദേശിയുടെ വയറ്റിനകത്തെ കറങ്ങുമ്പോൾ കൊടലും വയറുമെല്ലാം പൊട്ടും. ആ സമയത്ത് ഒരു വാക്കവിടെ ആരും അറിയാതെ മുഴങ്ങും, മാറാനാഥ യേശുവേ വരേണേ. പച്ചാ, അമ്മച്ചി, സഹോദരാ, ചെറുപ്പക്കാരാ, പഠിക്കുന്ന മോനെ മോളെ, ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിൽ ഈ ജീവന്റെ വചനം എത്തിയത്. ചിലരുടെ കൈകാലുകൾ മരക്കൊമ്പിൽ, ചിലരുടെ തലകൾ വെന്തെരിഞ്ഞു, ചിലരുടെ ശരീരഭാഗങ്ങൾ വന്യമൃഗങ്ങൾ ചവിട്ടിയത് കൊണ്ട് ഈ ജീവന്റെ വചനം ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിൽ എത്തിയത്. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇനിയുള്ള കാര്യം, യോഹന്നാൻ ഒന്നാമത്തെ ശിക്ഷ കൊടുത്തു. ശരീരത്തിനകത്ത് വാളുകൊണ്ട് കീറി അവൻ രക്ഷപ്പെട്ടു. അതിനുശേഷം ഡൊമീഷ്യൻ എടുത്ത് പടയാളികൾ എന്ന് പറഞ്ഞു, ഈ വല്യപ്പനെ കൊല്ലാൻ
ഒന്നും പറ്റത്തില്ല. ഡൊമിഷൻ പറഞ്ഞ് വിഷമിക്കേണ്ട, പണി ഒൺപ്പിക്കാം, 4 ദിവസം കഴിഞ്ഞ് വരാൻ വന്നു. ആഫ്റ്റർ 4 days അടുത്ത ജഡ്ജ്മെന്റ് വന്നു. അവന്റെ കൈകാലുകൾ ബന്ധിച്ചെന്ത് ചെയ്യണം? തിളയ്ക്കുന്ന കുട്ടകത്തിനകത്ത് കൊണ്ടുപോയി അതിട്ട് മുക്കണം. രാവിലെ പടയാളികൾ വന്നു കുതിരയ്ക്കകത്ത്. യോഹന്നാൻ അപ്പോസ്തലനെ വിളിച്ചു. ദിസ് ഈസ് ദ ലാസ്റ്റ് ഡേ, ദ ജഡ്ജ്മെന്റ് ഡേ. ഇന്ന് പ്രഭാതത്ത് താങ്കളെ കൊല്ലാൻ കൊണ്ടുപോവുക തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത്. യോഹന്നാൻ പറഞ്ഞു, വായിക്കാൻ തിളയ്ക്കുന്ന എണ്ണയിൽ മുക്കിക്കൊല്ലും. എഫെസോസ് മേടിച്ചു ചൂഷകന് വയോധികന് ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ വിറയ്ക്കുന്ന 90 കഴിഞ്ഞ വയോധികൻ പറഞ്ഞു, എനിക്ക് ഭയമില്ല. അപ്പൊ ചോദിച്ചു, എന്തുകൊണ്ട് ഭയമില്ല? നിങ്ങളുടെ ചക്രവർത്തിമാർ ഈ കൽപ്പന തരുന്നതിന് മുമ്പ് നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ദുരാസൂസമ ഭൂമിയിൽ ഒരു ബിംബമുണ്ടാക്കി ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളെ അവിടെ നിർത്തി. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 7 ഇരട്ടി ചൂടാക്കിയപ്പോൾ ഞങ്ങളുടെ മക്കൾ അവിടെ കരമുയർത്തി, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലുമില്ലെങ്കിൽ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ വണങ്ങത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അതിനകത്തിറങ്ങി വന്നെങ്കിൽ എനിക്കൊരു ഭയവുമില്ല. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. എന്നിട്ട് അവര് കേട്ടില്ല. യോഹന്നാൻ അപ്പോസ്തലനെ പിടിച്ചുകൊണ്ട് എവിടെ കൊണ്ടുപോയെന്നറിയാമോ? ഓ ഹല്ലേലൂയ, തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൊണ്ടുപോയി വലിച്ചിട്ടു. ചില നിമിഷങ്ങൾ മരണം കാണുവാൻ കാത്തിരുന്നു. അതിന്റെ നടുവിൽ പടയാളികൾ മരണം കാണുവാൻ കാത്തിരുന്നപ്പോൾ അവൻ കരമുയർത്തി പറഞ്ഞു, എനിക്ക് നല്ല തണുപ്പ് പുതയ്ക്കാൻ വല്ലതും തരണം. ഇന്ന് രാത്രി സഹോദര സഹോദരി ചോദിക്കൂ, ശരീരത്തിനകത്ത് കത്തി കയറിയിട്ട് അപ്പോസ്തലൻ മരിച്ചില്ല. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വീണിട്ടും അദ്ദേഹം മരിച്ചില്ല. എന്തുകൊണ്ട് അദ്ദേഹം മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ, വാഗ്ദത്തമുള്ളവൻ കാരാഗ്രഹത്തിനകത്ത് കടന്നാലും അതിന്റെ നടുവിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരും. വാഗ്ദത്തമുള്ളവൻ തിളയ്ക്കുന്ന കുട്ടകത്തിനകത്ത് എണ്ണയ്ക്കകത്ത് കടന്നാലും അതിന്റെ നടുവിൽ നിന്ന് സ്വർഗം പുറത്തു കൊണ്ടുവരും. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാവുന്നു? സഹോദര, ചെറുപ്പക്കാര, അപ്പച്ച, അമ്മച്ചി, നിന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. സാധാരണ ദൈവമല്ല, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ കാട്ടാക്കടയിൽ കണ്ടെങ്കിൽ കൊണ്ണിയൂരിൽ നീ എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം. സഹോദരി, നീ കിടക്കുന്നത് അറിയുന്ന ദൈവം. ചെറുപ്പക്കാരെ, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം. ആകാശത്ത് കയറിയാൽ അവന്റെ കരം നിന്നെ തേടിയെത്തും. ഭൂമിക്ക് കീഴെ കടക്ക വിരിച്ചാൽ പാതാളത്തിൽ അവന്റെ കരം നിന്നെ തേടിയെത്തും. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ആകാശമണ്ഡല കുലുങ്ങട്ട് നിന്റെ വീട്ടിന് മേലിൽ ഉൽക്ക വീഴുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ കളറിളകട്ടെ, കരയിളകട്ടെ, കീഴെ ശാശ്വത ഭുജങ്ങൾ വെച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി കരമുയർത്തി പറയണം, സിംഹത്തിന്മേലും ആണലിമേലും ഞാൻ ചവിട്ടു, പെരുമ്പാമ്പിനെ ഞാൻ മതിച്ചു കളയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? കൊണ്ണിയൂരിൽ പറ, എന്റെ വശത്ത് 1000 പേര്, എന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എന്നാൽ അതൊന്നും എന്നോട് അടുത്തു വരികയില്ല. എന്റെ കാല് കല്ലിന്മേൽ തൊട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം. അവൻ അറിയാതെ എന്റെ തലയിൽ ഒരു മുടിനാര് പോലും താഴെ വീഴുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ, അതുകൊണ്ട് ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തു. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ കരുതൽ. യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസിലേക്ക് കൊണ്ടുപോകുന്നു. 6 മാസത്തിൽ ഒരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലമാണ് പത്മോസ്. പത്മോസിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈജിയൻ കടൽ, ഗ്രീസിന്റെ തലസ്ഥാനം ഏതൻസ്, 60 മൈൽ നദി തേംസ്, അതിന്റെ ഒത്ത നടിൽ പൂവാർ ഐലൻഡ് കിട്ടുന്നത് പോലെ കിട്ടുന്നതാ പത്മോസ്. അവിടത്തേക്ക് യോഹന്നാനെ കൊണ്ടുപോയി. ഒരു യാനത്തിനകത്ത് ചരിത്രം രേഖപ്പെടുത്തുന്നു, അവിടെ കൊണ്ടുപോയി. ആ യാനം അവിടെ ചെന്നപ്പോൾ യോഹന്നാന് വേണ്ടി അവർ തുറക്കുന്നു. കാരാഗ്രഹത്തിന്റെ പാളികൾ പോലെ തുറന്ന് അവിടെ ഇട്ടു. എവിടത്തേക്ക് പോയി? പത്മോസിൽ. 5 കാഴ്ചയാ. അതിനകത്ത് 1 ആകാശമുട്ട കരിമ്പന, പച്ചമനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മരിച്ചവരുടെ അസ്ഥിക്കഷ്ണം വാർന്നു തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധം അവിടെ കിടക്കുന്നു. അതിന്റെ നടുവിൽ യോഹന്നാൻ പാറക്കൂട്ടത്തിന്റെ നടുവിൽ വീണുപോയി. അദ്ദേഹം വിചാരിച്ചു, ഞാനിവിടെ അസ്തമിക്കാൻ പോവുക. പക്ഷേ കാൽവറി ദർശനം കണ്ടവർ ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടവർ നിനക്കെതിരെ നിൽക്കും. അമ്മച്ചി, എന്ന് രാത്രി കടക്കപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങി വരുമോ അന്ന് രാത്രി സ്വർഗത്തിന്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വചനം ഏറ്റെടുക്കുന്നവർക്കായി അവങ്കലേക്ക് നോക്കിയവർ കൊണ്ണിയൂരിൽ പ്രകാശിതരായി. ഇന്ന് രാത്രി ഉണ്ടപ്പാറയിൽ അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കില്ല. കൺവെൻഷൻ കൂടാതെ സെക്കൻഡ് ഡേ, ദ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിനക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ, മരണത്തിന്റെ വാറണ്ടുകൾ നിനക്കെതിരെ പുറപ്പെടുമ്പോൾ, ഒരുപക്ഷെ വീട്ടിനകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ, എന്ന് രാത്രി നിന്റെ കടക്കപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങും. അന്ന് രാത്രി സ്വർഗത്തിന്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വചനം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി
ദാനിയേലെ സിംഹങ്ങളുടെ കുടിക്കകത്ത് നീ വീഴുന്നതിന് മുമ്പ് സിംഹങ്ങളുടെ വായടച്ച് നിനക്ക് വേണ്ടി ഹല്ലേലൂയ ഇറാഖിന്റെ പട്ടണത്തിൽ ദൈവം ഹല്ലേലൂയ ഒരു കസേര ഒരുക്കുന്നുണ്ടെങ്കിൽ ഒരന്ധകാര ശക്തിക്കും നിന്നെ തൊടുവാൻ കഴിയത്തില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി പറയണ ദാനിയേലിന്റെ കണ്ണുനീരിനകത്ത് കരമിറങ്ങി വന്നെങ്കിൽ 1000 ആണ്ട് ശാപത്തിൽ കടന്ന് രൂത്ത് എഴുന്നേറ്റ് യാത്ര ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് വേണ്ടി ബോവസിന്റെ നിലം ദൈവം ഒരുക്കിയെങ്കിൽ ആത്മമണവാളന്റെ സാന്നിധ്യത്തിന്റെ നിറവ് പ്രകാരം രൂത്തിന് വേണ്ടി ഒരു ബോവസിനെ ഒരുക്കിയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയണം ദാനിയേലിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി പറ രൂത്തിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല. എന്റെ പ്രതിസന്ധിയുടെ നടുവിൽ പ്രതികൂലത്തിന്റെ നടുവിൽ എന്നെ കരം പിടിച്ച് നടത്തുവാ ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. സ്വർഗം അവന് വേണ്ടി തുറക്കുന്നു. കാൽവരിയുടെ കൊലക്കളത്തിൽ 39 അടികൾ 159 മുള്ളുള്ള കിരീടം പെരിട്ടോണിയസിന്റെ ചാട്ടവാർ ഈയക്കട്ടയും വാളച്ചൂണ്ടയും ശരീരം മുഴുവൻ വെണ്ടുകേറിയ യേശുവിനെ കണ്ട് യോഹന്നാൻ പത്മോസിൽ 7 പൊൻനിലവിളക്കുള്ള നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ളവൻ കാലുകളിൽ ചുട്ടുപടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കൈ അത് കണ്ടപ്പോൾ യോഹന്നാൻ അന്താളിച്ചു. 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയിൽ പിടിച്ചു. യോഹന്നാൻ മുട്ടുമടക്കി ഒരു കരമിറങ്ങി ആദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ മരണത്തിന്റെ പാതാളത്തിന്റെ തക്കോൽ എന്റെ കൈവശമുണ്ട്. യോഹന്നാൻ അപ്പോസ്തലനെ ഒരിക്കൽ ഞാൻ മരിച്ചവൻ എന്നാൽ എന്നും എന്നേക്ക് ജീവിച്ചു. നീ കണ്ടത് പത്മോസ് ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ മേലാൽ സംഭവിക്കാനുള്ള ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമോ വിശുദ്ധ വെളിപ്പാട് പുസ്തകം മറ നീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം അപ്പോക്കാലിപ്സ് രംഗപടത്തിന് പിൻപിൽ യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവം 404 വാക്യം 22 അധ്യായം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തു. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2 3 ആസിയയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ ഇസ്രായേലിന്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനം, 13 അന്തിമ യുദ്ധവും ഇസ്രായേലും എതിർ ക്രിസ്തുവും, 14 സിയോൻ മലയിലെ കുഞ്ഞാട്, 15 കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ കുഞ്ഞാടിന്റെ വീണകൾ, 16 7 കാഹളം, 7 കലശം, 7 ദൂതന്മാർ, 17 മഗതിയാം ബാബിലോൺ, 18 വ്യാപാര ബാബിലോൺ, 19 കുഞ്ഞാടിന്റെ കല്യാണം തന്റെ കാന്തയും വിശുദ്ധയോട്, 20 അന്തിമയുദ്ധ ഹർമഗദോൻ, 21 പുതിയ ആകാശം പുതിയ ഭൂമി, 22 വൈൻഡ് അപ്പ് ദ മെസ്സേജ്. യോഹന്നാനോട് പറയുന്നു ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, കൊണ്ണിയോർ നീതിമാൻ മുട്ടുമടക്കട്ടെ, സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. എത്ര ദിവസം നിന്നാ പ്രസംഗിക്കാൻ പറ്റും? കടക്കാം. അന്തിമയുദ്ധവും ഇസ്രായേലും. ഇന്നലെ ഞാൻ പറഞ്ഞു 1 ദൂതന്മാരുടെ യുഗം. ദൂതന്മാരുടെ യുഗമാ. ആദിയിൽ ദൈവം ആകാശവും, അതിനു മുമ്പ് അനാദിയിൽ ദൂതന്മാർ. അതിൽ മത്സരിച്ച ഒരുവനുണ്ടായിരുന്നു. ലോകശയെ സീനായിൽ കൊണ്ടുവന്നു. 750 പ്രമാണം 10 കൽപ്പന. അത് കൽപ്പലക വരെ എറിഞ്ഞുടച്ചു. അത് കഴിയുമ്പോൾ ഒരുവൻ വന്നു. സങ്കലന യുഗം. ബൈബിൾ 66 പഴയ നിയമം പുതിയ നിയമം കൺക്ലൂഡ് ചെയ്തൊരു ഭാഗം വിശുദ്ധ ബൈബിൾ യശയ്യാ പ്രവചനം. അതിൽ 39 നിഴൽ 40 പൊരുൾ. അതിനകത്ത് ഒരുവൻ വന്നു, സ്നാപക യോഹന്നാൻ. അവൻ 40 വിളിക്കുന്ന ഇങ്ങനെ സർപ്പസന്തതികളെ വരുവാനുള്ള കോപ ദിവസത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, ദുർഘടപാതകൾ നിരപ്പാക്കുവിൻ. വിളിച്ച പേരെന്താ ചായ? സർപ്പസന്തതികളെ. ഇന്ന് സഭയെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ മക്കളെ എന്ന് വിളിച്ചിട്ട് പോലും സന്തോഷമില്ല. സ്വോത്രം. യോഹന്നാൻ അങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരും കാണത്തില്ല. സ്വോത്രം. അവൻ്റെ താലത്തിലിറക്കപ്പെടുന്നു. അപ്പോൾ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരുവൻ ഉയരത്തിൽ നിന്ന് താഴേക്ക്, എവിടെ? ബേത്ലഹേമിൽ ജനിച്ചു. മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളർന്നു. 33 തിരുവയസ്സിൽ കാൽവറിയിൽ പരമയാഗം തിരുവെടുത്ത് പ്രകാരം അവൻ അടക്കപ്പെട്ടു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 40-ാം ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ തലയിൽ കൈവെക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു അനുഗ്രഹ പ്രാർത്ഥന. ഒരു മേഘം താഴേക്ക് വന്ന് ഉസ്നെ ചലാകിയ പരമേശ്വർ ക മഹിമാമേ, ഹി ഈസ് ട്രാവലിംഗ് ദ ഫാദേഴ്സ് ഹൗസ്. പിതാവിൻ്റെ സന്ധിയിൽ എടുക്കപ്പെട്ടു. ആ സമയത്ത് ശിഷ്യന്മാരെല്ലാം ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ മരിക്കുമ്പോൾ പാസ്റ്ററും കൊച്ചു പാസ്റ്റർമാർ നിന്നോലും ഇങ്ങനെ നിന്ന്. സ്വോത്രം. അപ്പം 2 ദൂതന്മാർ താഴേക്ക് വന്നിട്ട് പറഞ്ഞു, യേശു പോയി, പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. നിങ്ങളെന്ത് ചെയ്യണം? വാഗ്ദത്തത്തിൻ്റെ ശക്തി യഹൂദിയയിലും ശമരിയയിലും, അതുകൊണ്ട് ആ ശക്തി പ്രാപിച്ചിട്ട് കർത്താവിൻ്റെ വേല ചെയ്യും. അതാ 2 ദൂതന്മാർ വന്ന സാക്ഷ്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്ധിയിലേക്ക് യേശു പോയതുപോലെ മടങ്ങി വരും.
സജു ചാത്തന്നൂരുള്ള ക്രിസ്താശ്വാസമുള്ള ദൂതന്മാരുടെ സാക്ഷ്യം. അപ്പോൾ അത് കഴിഞ്ഞു. 50-ാം ദിവസം പെന്തക്കോസ് പെരുന്നാളിൽ എന്ത് സംഭവിച്ചു? 120 പേർ സിഗിയോൻ മാളികയിൽ മുട്ടുമടക്കുമ്പോൾ ഒരു പ്രവചനം നിവർത്തിയായി. അതാ യോവേൽ കൊച്ചു പ്രവചനം. അന്ത്യകാലം സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിന്, പുത്രിമാർ ഭവിക്കും, യുവാക്കൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, മേലാകാശത്ത് കീഴഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും. നാഥന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടും. ഈ ദിനമാ കൃപായുഗം. അത് കണ്ടിട്ട് വിട്ടച്ചാൻ വിട്ടിരിക്കുന്നു. ക്രിസ്തുവാശ്വാസം വെരി സീനിയർ. ഇന്ന് കുറേ ചെറുപ്പക്കാർ കാട്ടാക്കട ഇറങ്ങിയിട്ടുണ്ട്, നെയ്യാറ്റിങ്കര ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉണർവ് അവരുടെ കയ്യിലാണ്. സ്വോത്രം. നമ്മളെല്ലാം വെയിറ്റിംഗ് ലിസ്റ്റിലായി. സ്വോത്രം. ഇതെവിടെ തുടങ്ങിയതാ? ഏജിയിലെ ദൈവമക്കളോട് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, ഇത് പെന്തക്കോസ് പെരുന്നാളിൽ തുടങ്ങിയതാ. ഈ സഭ എവിടെ നിന്ന് ആരംഭിച്ചു? പരിശുദ്ധാത്മശക്തിയിൽ ആരംഭിച്ചു. ഈ പരിശുദ്ധാത്മശക്തി നിലനിൽക്കുമ്പോൾ തന്നെ ഈ ദൈവസഭ എടുക്കപ്പെടും. അതുകൊണ്ട് ആ കൊരിന്ത്യ ലേഖനം, ഇപ്പോൾ നിങ്ങൾ അംശമായി കാണുന്നു, പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് പഠിക്കുന്ന മോർ സ്റ്റുഡൻസ് ആർ സ്റ്റഡിങ്. ഇവിടെ കീബോർഡ് വായിക്കുന്ന സൗകര്യം ചെടിയുണ്ട്, ഇവരെല്ലാം ഉണ്ട്. തമ്പേറിൻ്റെ താളവും കീബോർഡിൻ്റെ ചലനവും കേട്ട് പിതാക്കന്മാർ വന്ന വഴി വിട്ട് ഇന്നത്തെ ചെറുപ്പക്കാരുടെ കൂടെ ഏതാണ്ട് കരിസ്മയോ ഉണർവോ സുനാമിയോ ഡുനാമിക്ക് പോയാൽ നരകത്തിൻ്റെ കവാടമാ നിന്നെ എതിരേക്കാൻ നിൽക്കുന്നു. സ്വോത്രം. ഇന്ന് രാത്രി പ്രസംഗം അവസാനിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി തന്നെ സ്ഥലം വിടും. സ്വോത്രം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, സ്യാരും, IPC, ന്യൂ ഇന്ത്യ, ഇതിലെ പല കുഞ്ഞുങ്ങളും ഏതാണ്ടൊക്കെ തേടി പലയിടത്തും ചാടിക്കൊണ്ടിരിക്കാം. പിതാക്കന്മാർ ഉയർത്തിയ വചനത്തിനും വിശ്വാസത്തിനും പ്രമാണത്തിനും നിൽക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ നമ്മുടെ സഭകളിൽ നിലനിൽക്കട്ടെ. സ്വോത്രം. അതുകൊണ്ട് അവർ പറയുന്നത് ഇപ്പോൾ അവരുടെ കയ്യിലാണ് ഉണർവെന്ന്. അവരിൽ ഒരു ഉണർവുമില്ല, കീബോർഡിൻ്റെ ഉണർവ് മാത്രമേ ഉള്ളൂ. സ്വോത്രം. വചനമില്ലാത്ത ഉണർവിന് വേണ്ടി നിൽക്കരുത്. കൃപായുഗം തുടങ്ങിയത് പെന്തക്കോസ് പെരുന്നാളിലാണ്. ഈ തലമുറയിൽ കാന്തൻ മധ്യാകാശത്തിൽ വരും. 1, ദൈവസഭ എടുക്കപ്പെടും. 2, വരാൻ പോകുന്നു യുദ്ധം. അതാ കുഞ്ഞു വായിച്ചത്, വിശുദ്ധന്മാരോട് യുദ്ധം. ഇനിയെല്ലാം വളരെ സ്ലോയിലായിരിക്കും. ശ്രദ്ധയോടെ ഇരിക്കണം. ബൈബിളും യുദ്ധങ്ങളും. ഇത് ലൈവും പോകുന്നുണ്ട്. ഒരു മനുഷ്യനെ ഞങ്ങൾ വിമർശിക്കത്തില്ല, എല്ലാവരും കാക്കണം. ലോകത്തിൻ്റെ ചരിത്രവും യുദ്ധങ്ങളും. 1905 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, റൂസോ ജപ്പാൻ വാർ. ഇന്നത്തെ റഷ്യയെ പച്ചക്കിട്ട് അടിച്ചവനാ ജപ്പാൻ, റൂസോ. 1914 മുതൽ 17 വരെ 1-ാം ലോക മഹായുദ്ധം. യഹൂദൻ മടങ്ങുന്നു. 39 മുതൽ 45 വരെ 2-ാം ലോക മഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. 48 മെയ് 14 ഇസ്രയേൽ സ്വതന്ത്രമായി. ഇതാണ് എൻ്റെ പ്രസംഗം. 22,600 കിലോമീറ്റർ ഇസ്രയേൽ, 1 കോടി ജനത്തിന് താഴെ. അതിൻ്റെ നടുവിലൊരു സ്ഥലമുണ്ട്, കിഴക്കൻ ജെറുസലേം, 671 കിലോമീറ്റർ. അന്തിമയുദ്ധം. അടുത്ത സ്ഥലമുണ്ട് പലസ്തീൻ, 6,750 കിലോമീറ്റർ. മെഡിറ്ററേനിയൻ കടലിപ്പുറത്ത് 324 കിലോമീറ്റർ കിടപ്പുണ്ട്. ഇന്നത്തെ ഗാസ, റാഫ, ജാഫ്ലിയ. ഇതെല്ലാം പ്രസംഗിക്കണമെങ്കിൽ ഒരു 3-4 ദിവസം വേണം. സ്വോത്രം. അതിന്ന് എന്നാ ഇത് സംഭവിച്ചത്? 48 മെയ് 14 ബൈബിളും പ്രവചനവും. 57 സൂയസ് കനാലിനെ ചൊല്ലി ഈജിപ്റ്റ് ആരെ അടിച്ചു? ഇസ്രയേലിനെ അടിച്ചു. 61 അമേരിക്കയും വിയറ്റ്നാമും ആടി. 67 ഒരു വലിയ സംഭവം നടന്നു, അറബ് ഇസ്രയേൽ വാർ. പഠിക്കുന്ന ദൈവമക്കൾ ബഥേൽ ബൈബിൾ കോളേജ്, അതുപോലെ പുനലൂരിലൊക്കെ പഠിച്ച കുഞ്ഞുങ്ങൾക്കറിയാം. അറബ് യുദ്ധം, അറബ് ഇസ്രയേൽ. അന്ന് ജെറുസലേമിനെ ഇസ്രയേൽ കയ്യിലാക്കി. 1971 ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം. 1973 യോം കിപ്പർ വാർ, ഇസ്രയേൽ. അത് കഴിഞ്ഞിട്ട് 70 കഴിഞ്ഞ് 80 വരെ 10 വർഷം 2 അനിയന്മാരും ചേട്ടന്മാരും അടികൂടി. അവൻ്റെ പേരാ ഇറാനും ഇറാഖും. 10 കൊല്ലം അടിച്ചവന്മാരോ. സ്വോത്രം. അത് കഴിഞ്ഞ് 90-ൽ മലയാളികൾ, അസംബ്ലീസ് ഓഫ് ഗോഡ് എല്ലാം കണ്ടു. സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചു. 2 വർഷം. ബൈബിളും പ്രവചനങ്ങളും യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. 92-ൽ അത് തീർന്നു. വളരെ സമാധാനത്തോടെ നമ്മൾ അത്ര കുഴപ്പമില്ല പോയതാ. 92 കഴിഞ്ഞു. 2022 ഫെബ്രുവരി മാസം 25-ാം തീയതി നമ്മുടെ 103-ാമത് വാർഷികം നടക്കുന്നതിന് അതേ സമയത്തിന് തൊട്ട് മുമ്പ് കോവിഡ് നടക്കുമ്പോൾ 2022 ഫെബ്രുവരി 22-ാം തീയതി റഷ്യ ഉക്രൈനെ ആക്രമിച്ചു തുടങ്ങി. ഇന്ന് വരെ ഈ അടി തീർന്നിട്ടില്ല. 26 മാസം പിന്നിടുന്നു. 2 വർഷവും 4 മാസവുമായി ഈ യുദ്ധം അവസാനിക്കത്തില്ല. ഇത് ഇസ്രയേലിലേക്ക് ചെല്ലാൻ പോകുന്നു. ഇനി റഷ്യ ഉക്രൈൻ ഇസ്രയേലിലേക്ക് ചെല്ലുമോ? എന്താ റഷ്യ ഉക്രൈൻ പ്രശ്നം?
എല്ലാവരും കേൾക്കണം. പഠിക്കുന്ന ചെറുപ്പക്കാർ നല്ല സ്റ്റുഡൻസ് ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയ നെഞ്ചു കീറി പറയുന്നത്, ലോകത്തിൽ 2 വൻ ശക്തികൾ. ഒന്ന് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, 51 സ്റ്റേറ്റുകൾ, അവരുടെ സഖ്യമാ നാറ്റോ. രണ്ടാമത്തെ ഒരു സംഭവമുണ്ട്, ലോകത്തിലെ മറ്റൊരു ശക്തിയാണ് USSR, സോവിയറ്റ് യൂണിയൻ. വളരെ വലിയ രാഷ്ട്രം, എല്ലാവർക്കും ഭക്ഷണവും പാനീയവും കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് റഷ്യയെ വെട്ടിമുറിക്കണം. മിഖായിൽ ഗർബച്ചോവ് 1991 റഷ്യയെ വെട്ടിമുറിച്ചു. 15 കഷണമായി. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ബെലാറസ്, അർമേനിയ, ജോർജിയ, ചെച്ചിനിയ, ക്രിമിയ, സൈബീരിയ. 15 സ്വോത്രം. യോഗം കഴിഞ്ഞിട്ട് വന്നാൽ ഇതെല്ലാം കാട്ടാക്കട പോയാൽ മതി, കോളേജ് അവരും പഠിപ്പിച്ചു തരും. സ്വോത്രം. 15 വെട്ടിമുറിച്ചു. ഇവിടെ അസംബ്ലി സഹോളിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു കാര്യം കേൾക്കണം. റഷ്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? മിഖായിൽ ഗർബച്ചോവ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് അമ്മമാരെല്ലാം കേൾക്കണം, റൈസ ഗർബച്ചോവ്. രാവിലെ 10 മണിക്ക് ക്രെംലിൻ കൊട്ടാരത്തിൽ നിന്ന് വണ്ടി വരും മിഖായിൽ ഗർബച്ചോവിനെ കൊണ്ടുപോകാൻ. അന്നേരം സഹോദരി മുറിയിൽ ബൈബിൾ വായിച്ച് കരയുക, റഷ്യൻ ഓർത്തഡോക്സുകാരി. അദ്ദേഹം ചോദിച്ചു, സഹോദരി നീ എന്തിനാ കരയുന്നത്? ഞാൻ റഷ്യയുടെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, താങ്കളെ റഷ്യയുടെ പ്രസിഡന്റ് ആക്കിയത് സ്വർഗത്തിലെ ദൈവമാ, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. സ്വോത്രം. അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു, ചെറുപ്പക്കാര്. പക്ഷേ കാലത്തിന്റെ യവനികയ്ക്കകത്ത് ആ സഹോദരിയുടെ പ്രാർത്ഥന കൊണ്ട് റഷ്യയുടെ പ്രസിഡന്റ് മിഖായിൽ ഗർബച്ചോവ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കരമുയർത്തിയാട്ടെ. അമ്മമ്മേ, കലകമല്ല വലുത്, ചെറുപ്പക്കാര, കലകമല്ല വലുത്. മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, അറകളിൽ കടന്ന് പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ ഒരു കുടുംബത്തിന്റെ വിടുതലിന്റെ താക്കോൽ സഹോദരി നിന്റെ കയ്യിലായിരിക്കും പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്നത്. കരമുയർത്തുന്നവനായി ചെറുപ്പക്കാരാ, ഒരു പട്ടണത്തിന്റെ വിടുതലിന്റെ താക്കോൽ നീ മുട്ടുമടക്കുന്ന നിന്റെ കണ്ണുനീരിനകത്തായിരിക്കും. സ്വോത്രം. അതുകൊണ്ട് പ്രതിഫലം കിട്ടിയില്ലെങ്കിലും മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ദിവസങ്ങൾ കഴിഞ്ഞാൽ നിന്റെ കണ്ണുനീരിന്റെ മറുപടി സ്വർഗത്തിലെ ദൈവം തരും. കസേരയിൽ നിന്ന് പോയ മിഖായിൽ ഗർബച്ചോവ് ലഘുലേഖ കണ്ടിട്ടല്ല, തൻ്റെ ഭാര്യയുടെ കണ്ണുനീര് കണ്ടിട്ട് അവസാന കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഇന്നത്തെ റഷ്യ ഇപ്പോൾ 2 തലത്തിലായി. എന്താ കേൾക്കണമെന്നറിയാമോ? റഷ്യയോട് ചേർന്നൊരു സംഭവം ഉണ്ടായിരുന്നു, ഉക്രൈൻ. ഇനി കുഞ്ഞ് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരും. ഉക്രൈൻ്റെ പ്രത്യേകതയുണ്ട്, ഇതിൽ നിന്ന് വിട്ടുമാറിയതാ ഉക്രൈൻ. ഉക്രൈനിൽ 2010 ഒരു ഭരണാധികാരി വന്നു. അവൻ്റെ പേരാ വ്ളാഡിമിർ സെലൻസ്കി. ഈ സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റുമാർക്കെല്ലാം വ്ളാഡിമിർ പുടിൻ, വ്ളാഡിമിർ സെലൻസ്കി എന്ന് വരും. അതുപോലെ വ്ളാഡിമിർ സെലൻസ്കി അവൻ ആരായിരുന്നു? ഒരു യഹൂദ സ്ത്രീയുടെ മകനായിരുന്നു. അവൻ്റെ പ്രത്യേകത എന്താ? യഹൂദൻ എപ്പോഴും ആരോടാ ഇഷ്ടം? അവൻ്റെ കുടുംബക്കാർ കിടക്കുന്ന അമേരിക്കയിലാണ്. 2013 ഏഷ്യാനെറ്റിലെ ബിനുവിനോ മനോരമയിലോ ജോണിക്കോ എൻ്റെ സ്നേഹിതൻ കാട്ടാക്കട IB സതീഷ് MLA പോലും ഇതറിയത്തില്ല. എന്തുകൊണ്ട് റഷ്യ ഉക്രൈൻ എഴുതിക്കോണം നിങ്ങൾ. സ്വോത്രം. എന്താ? അദ്ദേഹം 2013 സെലൻസ്കി ഒരു കത്ത് കൊടുത്തു. ആർക്കാ? അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ. സാറേ, ഞങ്ങളെ നാറ്റോയിൽ ചേർക്കണം. അവര് പറഞ്ഞു നടക്കത്തില്ല. കാര്യം പറയാം. 2016 അമേരിക്കയിൽ വേറൊരു പ്രസിഡന്റ് വന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു നമ്മുടെ ട്രംപ്, വായാടി. അദ്ദേഹത്തിന്റെ കയ്യിലും കത്ത് കൊടുത്തു. അദ്ദേഹവും പറഞ്ഞു ചേർക്കത്തില്ല. 2020 കോവിഡ് കാലത്ത് സെലൻസ്കി യഹൂദൻ 2 കത്ത് കൊടുത്തു. ഒന്ന് യൂറോപ്പ്, ഇന്നത്തെ ബൈഡൻ. അതിൻ്റെ അർത്ഥം ഞങ്ങളെ ചേർക്കണം. അപ്പൊ റഷ്യക്ക് പിടികിട്ടി യവൻ മതിൽ ചാടാൻ പോവാ. എന്താ വിഷയം? ഇന്ന് AG, നാളെ IPC, മറ്റന്നാ ന്യൂ ഇന്ത്യ, അത് കഴിഞ്ഞ് സിയോൺ സംഘം. ഒന്നും ഒത്തില്ലേ പഴയ CSI. കര ഉയരുന്നില്ലല്ലോ അമ്മാമ. സ്വോത്രം. യവൻ മതിൽ ചാടുമെന്നുള്ളത് ക്ലിയറായി. സ്വോത്രം. അതിനുവേണ്ടി തുടങ്ങിയത് റഷ്യ. ഇനി റഷ്യ ഉക്രൈനെ ആക്രമിക്കാനും കാര്യം പറഞ്ഞുതരാം. എന്തുകൊണ്ട്? ഇതാണ് പ്രസംഗം. എന്തുകൊണ്ട് ഈ ഉക്രൈന് അമേരിക്ക നാറ്റോയിൽ പെടുത്തത്തില്ല? ഇതൊരു വലിയ ചരിത്രം അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അറിയത്തില്ല. 1971 ഒരു കരാറുണ്ട്, ജോൺ ഓഫ് കെന്നഡി കരാർ. ജോൺ ഓഫ് കെന്നഡി കരാർ UN-നകത്താം. അത് ഒപ്പുവെച്ചത് അമേരിക്ക, റഷ്യ. റഷ്യയുടെ തൊട്ടടുത്ത ദേശങ്ങളിൽ ഒരു രാജ്യത്തിനെയും അമേരിക്ക കയ്യിൽ പിടിക്കാൻ അനുവദിക്കത്തില്ല. ആ കരാറാണ് ജോൺ ഓഫ് കെന്നഡി കരാർ. അതുകൊണ്ട് ഈ ഉക്രൈനെ സഖ്യശക്തിയായിട്ട് അമേരിക്ക പെടുത്താത്തത് UN നിയമം. അതിൻ്റെ മലയാളം, റഷ്യയുടെ ചുറ്റും ഉക്രൈൻ കിടക്കുക, റഷ്യയുടെ തൊട്ടടുത്ത്. ഉക്രൈനിൽ കൊണ്ടുവന്ന് അമേരിക്ക ഒരു റഡാർ വച്ചാൽ റഷ്യയുടെ കാര്യം കട്ടപ്പോകാം. നിങ്ങൾ തിരുവനന്തപുരക്കാർ കേൾക്കണം. ഇവിടുന്ന് തേങ്ങാപട്ടണം, തമിഴ്നാട്,
അവിടുന്ന് 7 മണിക്കൂർ ബോട്ട് ഓടിച്ചാൽ ശ്രീലങ്കയിലെത്തും. അവിടെ ഒരു തുറമുഖം ആര് പണിഞ്ഞെന്നറിയാമോ? ഈ ചൈന പണിഞ്ഞു. ആ തുറമുഖത്തിന്റെ പേര് ഹമ്പൻ തോട്ട, 1500 കോടി. അവിടെ ഒരു കപ്പൽ വന്ന് യുവാങ് 5 ഭയങ്കര ചാരക്കപ്പലാണ്. അത് വന്നപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ISRO, അത് കഴിഞ്ഞ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞുതരാം. അവര് ചൈനയോട് പറഞ്ഞു, ശ്രീലങ്കയോട് പറഞ്ഞു, ഞങ്ങളുടെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർന്നു പോകും, ദയവ് ചെയ്ത കപ്പൽ വരുത്. 1 തിരുവനന്തപുരം എയർപോർട്ട്, 2 ബ്രഹ്മോസ് പ്ലാന്റ്, 3 പാങ്ങോട് മിലിറ്ററി, 4 വലിയമല ISRO, 5 തമിഴ്നാട് കൂടംകുളം ആണവ നിലയം. ഇതിൻ്റെ സന്ദേശങ്ങളെല്ലാം ഹാക്ക് ചെയ്യുമെന്നറിയാം. ആ സമയത്ത് ശ്രീലങ്കയും അതുപോലെ തന്നെ ചൈന, ശ്രീലങ്ക പറഞ്ഞ് ഞങ്ങൾ നോക്കട്ടെ, പക്ഷേ ചൈന സമ്മതിച്ചില്ല. തുറമുഖാവൻ്റെ കപ്പൽ വന്നു, ഇന്ത്യക്കാരാകെ നെട്ടോട്ടായി. അവസാനം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, അദ്ദേഹം ബഹിരാഗേന്ദ്ര S ജയശങ്കർ. അങ്ങനെയെങ്കിൽ റഷ്യയുടെ കസ്റ്റഡിയിൽ ഉക്രൈനിൽ അമേരിക്ക ഒരു റഡാർ കൊണ്ടുവച്ചാൽ റഷ്യയുടെ രഹസ്യങ്ങൾ പോവും. അതുകൊണ്ട് ആക്രമിക്കുവാൻ തുടക്കമിട്ടത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, എന്തുകൊണ്ട് റഷ്യ ഇസ്രയേലിനെ ഉക്രൈനെ ആക്രമിക്കുന്ന എല്ലാവരും കേൾക്കണം. 1, ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളം കിട്ടുന്ന നല്ല നദി നിപ്പർ നദി, അത് കിടക്കുന്നത് ഉക്രൈനിലാണ്. 2, ഇന്ന് റഷ്യയുടെ ആണവ നിലയം ചൊർണോവ്, അതൊരു സൈലന്റ് ആയിരിക്കാം, കത്തിക്കിടക്കാം. ഉക്രൈനിൽ ഒരു ആണവ നിലയമുണ്ട്. ആണവ നിലയത്തിന്റെ പേര് സഫ്രോഷിയ ആണവ നിലയം. 3-മത്തെ കാര്യം, ഏറ്റവും നിർണായകമായി, ഏറ്റവും നല്ല ഗോതമ്പ്, റഷ്യ കഴിഞ്ഞാൽ ഗോതമ്പ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലമായിരുന്നു ഉക്രൈൻ. അതുകൂടെ കിട്ടിയാൽ ആഗോള വ്യാപകമായി ഗോതമ്പ് വിപണി റഷ്യയിലെത്തും എന്ന് കാട്ടാക്കടയിലെ ശൗരിമാരോട്, കൊണ്ണിയൂരിലെ ചേട്ടന്മാരോട് പറയാം. എന്ന് റഷ്യ ഉക്രൈൻ അടി തുടങ്ങി, നമ്മുടെ റേഷൻ കടയിൽ ആട്ടപ്പൊടിയും തീർന്നു. കരമുയരുന്നില്ലല്ലോ അമ്മാമ്മ, സ്വോത്രം. അതിൻ്റെ പിറ്റേന്ന് തൊട്ട് ആട്ടപ്പൊടി തീർന്നു, സ്വോത്രം. കാര്യം ഇതുകൊണ്ടാണ്. ഇനി ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കത്തില്ല. വാർ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആട്ടപ്പൊടി പാക്ക് ചെയ്ത് വെച്ച് ഏതെങ്കിലും അടിക്ക്. അന്ന് തൊട്ടാണ് ഈ ആട്ടപ്പൊടിയുടെ പ്രശ്നം തീർന്നത്. അങ്ങനെയെങ്കിൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കുമോ? ഇത് ഇസ്രയേലിലേക്ക് വരുമോ? ഇനി കുഞ്ഞു വായിക്കും, നിങ്ങളുടെ ബൈബിള് തുറക്കണം. ഇതാ എല്ലാ ദിവസവും പത്രത്തിൽ വരുന്നു. എസെക്കിയേൽ പ്രവചനം 39-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എല്ലാ മക്കളും ബൈബിൾ തുറന്നാട്ട്. കൊണ്ണിയൂരിലെല്ലാവരും എസെക്കിയേൽ 39, 1-2 മോൻ വായിച്ച് ചേട്ടായെ. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. ഗോഗ് ആരാന്നറിയാമോ? ഇന്ന് രാവിലെ ഞാൻ നോഹയുടെ കഥ പറഞ്ഞു. നോഹയ്ക്ക് 3 മക്കളുണ്ട്, ശേം, ഹാം, യാഫെത്ത്. യാഫെത്തിനകത്തൊരു സന്തതിയുണ്ട്, അതിന്റെ പേര് മാഗോഗ്. നിങ്ങളുടെ വീട്ടിൽ ചെന്ന് വായിക്കണം. നമ്മുടെ എണ്ണപ്പലകാരം പൊതിയുന്ന പോലെ 5 എണ്ണ മാഗോഗ്. അതിൽ ഒരുത്തന ചൈന, 2 കൊറിയ, 3 തൈവാൻ, 4 ജപ്പാൻ, 5 ഫിലിപ്പൈൻസ്. കറിയാച്ചാൻ, തോമാച്ചാൻ, അവറാച്ചാൻ, ശമുവേലച്ചാൻ. സ്വോത്രം. 5 എണ്ണം ഇരിക്കുന്നവനാ മാഗോഗ്. സ്വോത്രം. ഒരപ്പൻ്റെ മക്കളാ. ഇതിൽ നിന്ന് ചാടിയവനാ ഇന്നത്തെ ഗോഗ്. ബൈബിളും ചരിത്രവും, ലോകരാജ്യങ്ങളുടെ ചരിത്രം ബൈബിൾ കേട്ടാൽ നിങ്ങൾ കരി. സ്വോത്രം. ഇന്ന് ചാടിയവനാ ഗോഗ്. ഗോഗിനെ കുറിച്ച് ഇനി മോൻ വായിച്ചയക്കണം. ഗോഗിനെ കുറിച്ച് വായിച്ചാട്ടെ. യഹോവേ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോഷ് മക്കൾ നിർത്തി വായിര്. ലാസ്റ്റ് ചായ ഞാൻ വാങ്ങിച്ചു തരാം. റഷ്യ പാസ്റ്റർ മേടിച്ചെന്നില്ല, ഞാൻ ചായ മേടിച്ചു തരാം. മോൻ ഇങ്ങനെ വായിക്കുന്നതിന് സ്വോത്രം. 1 രോഷ് റഷ്യ, അടുത്തത് മേശക്ക മോസ്കോ, അടുത്തത് തൂബൽ, അതാ സൈബീരിയയുടെ തലസ്ഥാനം ടുബാസ്കോ. ഇതാ ഇന്നത്തെ മേജർ സിറ്റീസ് നൗ കൗണ്ടഡ് ഓൺ റഷ്യ. That one Moscow, then Tabasco, totally named as the prophecy of Bible. That means USSR, United Socialist Soviet Republic. Clear? കേട്ടോടെ. എന്നിവയുടെ പ്രഭുവായ ഗോഗെ വായിച്ചിട്ട് മോനെ. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അതാ ലോക രാജ്യങ്ങൾ മുഴുവൻ വിരോധം. 26 മാസമായി 27 മാസമായി യവൻ ഉക്രൈനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത വാക്ക് ഇതെവിടെ ഇസ്രയേലിലേക്ക്. വായിച്ചിട്ട് മോനെ അടുത്ത വാക്ക്. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് ഞാൻ നിന്റെ റൂട്ട് മാറ്റും. സ്വോത്രം. എന്താ? തിരുവനന്തപുരം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞെങ്കിലേ പിടികിട്ടു. തിരുവനന്തപുരം പ്രയാട് മലയങ്കേരി കാട്ടാക്കട ബസ് ഒരു വഴി തിരിയും. എവിടാന്നറിയാമോ? മണലി മൂങ്ങോട് വഴി, കട്ടക്കോട് വഴി കാട്ടാക്കട. കര ഉയരുന്നില്ലല്ലോ. ചാത്തന്നൂർ കിടക്കുന്ന എനിക്ക് ഇത്ര അറിയാം, കാട്ടാക്കട കിടക്കുന്ന അച്ഛൻ അറിയത്തില്ലെന്ന്. സ്വോത്രം. പേയാട് മലയങ്കീഴ് വിട്ടിട്ട് വണ്ടി മൂങ്ങോട് വഴി കട്ടക്കോട് കാട്ടാക്കട വരുമെന്ന്. സ്വോത്രം. ഇന്നത്തെ റൂട്ട് ഞാൻ റഷ്യയുടെ മാറ്റും, വേറൊരു റൂട്ടിൽ ഞാൻ കൊണ്ടുവരും. ആ റൂട്ട് ഏതാ? വായിച്ച ഞാൻ നിന്നെ മോൻ വായിച്ചട്ടെ. 6 ശേഷിപ്പിച്ച് 6 രാജ്യങ്ങളുടെ നടുവിൽ കൂടി നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. 6 രാജ്യം. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ. സ്വോത്രം. അപ്പൊ റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന് സഖാവ് EMS അറിയായിരുന്നു.
AKGക്ക് അറിയാമായിരുന്നോ? പിണറായിക്ക് അറിയാമായിരുന്നോ? അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റീഫൻ സാറിന് അറിയാമോ? എൻ്റെ സതീഷിന് അറിയാമോ? എവർക്കൊന്നും അറിയത്തില്ല. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് ഭക്തനായ എസെക്കിയേലിനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, റഷ്യ വെട്ടിമുറിക്കപ്പെട് എന്ന് രാത്രി. കൊള്ളിയൂരെ വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമടുത്ത്. സ്വോത്രം. നിങ്ങൾ വിചാരിക്കവരാ പ്രസംഗം കേൾക്കുന്നത്. തിരുവനന്തപുരത്തിൻ്റെ MP ശശി തരൂർ 16 പ്രസംഗം എൻ്റെ കേട്ടത്. സ്വോത്രം. അത് ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ച് പോയല്ല, അദ്ദേഹം എന്നെ അന്വേഷിച്ച് വന്നു. സ്വോത്രം. പേരൂർക്കട മണികണ്ഠേശ്വരത്ത്. ബാക്കി ഞാൻ പറയുന്നില്ല. സ്വോത്രം. UN അണ്ടർ സെക്രട്ടറിയാ. ബൈബിളിൽ കർത്താവിൻ്റെ വരവും 3rd വേൾഡ് വാറിനെ പറ്റി, ലോകരാജ്യങ്ങളെ പറ്റി പ്രസംഗിച്ച 16 മെസ്സേജസ് വാച്ച് ചെയ്തൊരു വ്യക്തിയാണ് തിരുവനന്തപുരം MP ശശി തരൂർ. സ്വോത്രം. അദ്ദേഹം പറഞ്ഞത് എത്ര ക്ലിയറാ ബൈബിൾ എന്ന്. സ്വോത്രം. ഇത്രയും വലിയ വ്യക്തി പറഞ്ഞതാ എന്ത് ക്ലിയറാ ബൈബിളിലെ പ്രവചനം. ദാ കിടക്കുന്ന നമുക്കിതൊന്നും ആവശ്യമില്ലല്ലോ. സ്വോത്രം. ഇന്ന് രാത്രി ഇങ്ങനെ ഇരുന്ന 10 കന്യകമാരി 5 കന്യകമാരാണക്ക് നമ്മളുമായി പോകും. സ്വോത്രം. അതുകൊണ്ടാണ് പണ്ട് ക്രിസ്മസ് പാസ്റ്റർ ഇട്ടിരിക്കുന്നത്. അച്ചായന്മാർ പാടി ഇന്നൊന്നും അതില്ലല്ലോ. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ. നമ്മുടെയൊക്കെ പാട്ട് പോയി പാലാപ്പള്ളി, പുതുപ്പള്ളി, നീ കൊണ്ണിയൂരി പാടിക്കൊണ്ടിരി. സ്വോത്രം. കർത്താവിൻ്റെ വരവിന് കൈവിടപ്പെട്ടു പോകും. സ്വോത്രം. പച്ചക്കേ ഞാൻ പറയത്തോളൂ. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളുടെ ബൈബിൾ അത്ര ക്ലിയർ. ഉക്രൈനിൽ കൂടി നിന്നെ ലാസ്റ്റ് എൻഡിൽ എത്തിക്കാൻ പോകുന്നു. വെള്ളറട വണ്ടി വിട്ടതുപോലെ വിട്ടിട്ടേ ഉള്ളു. അവസാനം ഇതെവിടെത്തും? മോൻ വായിച്ചാട്ട്. നിന്നിൽ 6 ശേഷിപ്പിച്ച് വായിക്കാൻ മോനെ. അടുത്ത വാക്ക്. നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് സൈബീരിയ. The last end of Soviet Union. That means Siberia. Related to the next country, Syria. ഗോലാൻ കുന്നായി. വായിച്ചാട്ട് മോനെ. അടുത്ത വാക്യ. സ്കെയില്. അതാ ചൈനയുടെ സിൽക്ക് പാത. വായിക്കാം അടുത്തത്. ഇസ്രായേൽ പർവ്വതങ്ങളിലേക്ക് വരുത്തും. ഇസ്രായേൽ പർവ്വത നിരകളിൽ ഈ യുദ്ധം അന്ത്യമെത്തുന്നത് ഇസ്രായേൽ പർവ്വത നിര. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതാ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നു. ഈറ്റുനോവിന്റെ ആരംഭം. 28 മാസമായിട്ട് യുദ്ധം തീരാത്തത്. കാട്ടാക്കട നെയ്യാർ മെഡിസിറ്റിയിൽ പ്രഗ്നൻസി ആയ ഒരു കുഞ്ഞ് ചെല്ലുമ്പോൾ ആദ്യം അൾട്രാസൗണ്ട്, അയൺ, ഫോളിക് ആസിഡ്, പിന്നെ മാറി മാറി സ്കാൻ. അവസാനം ഒരു കുഞ്ഞിന് ഡെലിവറി കൊടുക്കണേ സമയമെടുക്കുമെങ്കിൽ എൻ്റെ യേശു പറഞ്ഞ പ്രവചനം നിവർത്തിയായി. കൊണ്ണിയൂര്. ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭം. ക്ലിയർ കട്ടായിരിക്കണം വചനം. നീ ചെറുപ്പക്കാർ കേട്ടോ. ലോകം 2 ചേരിയിൽ. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കോ. മോൻ വായിച്ചയക്കാം. എസെക്കിയേൽ പ്രവചനം 38:7-8. ശ്രദ്ധയോടെ. എസെക്കിയേൽ 38:7-8 വാക്യങ്ങൾ വായിച്ചിട്ട് മോനെ. ഒരുങ്ങിക്കൊള്ളുക. നീയും നിന്റെ അടുക്കൽ. റഷ്യയും ഇന്ന് ആഗോള വ്യാപകമായി അവനോട് ചേർന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. ഒരുങ്ങിക്കൊള്ളുക. നീ നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ. നീ അവർക്ക് മേധാവി ആയിരിക്കും. ഇന്ന് റഷ്യ സകലർക്കും മേധാവി. ഇറാന്റെ പ്രശ്നം വന്നപ്പോഴും റഷ്യയുടെ പ്രസിഡന്റ്, അതുപോലെ ഇസ്രായേലിന്റെ പ്രശ്നം വന്നപ്പോഴും റഷ്യയുടെ പ്രസിഡന്റ്. അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിലേക്ക് ഒരു കാൽ വെച്ച് കയറാൻ പോകുന്നു റഷ്യ. നൗഡേയ്സ് റഷ്യ സകലർക്കും മേധാവിയായി തീരും. അടുത്തത് എന്ത് സംഭവിക്കും? ഈ മേധാവിത്വം എവിടെ എത്തും? ബൈബിൾ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ കുഞ്ഞു വായിച്ചാട്ടെ. അടുത്ത വാക്ക്. ഏറിയ നാൾ കഴിഞ്ഞിട്ട്. ഏറിയ നാൾ. We are saying in this English latter days. In the some days, latter days, അവസാന നാളുകളിൽ നീ എവിടെ എത്തും? വായിച്ചട്ടെ. നീ സന്ദർശിക്കപ്പെടും. റഷ്യ ഉലകം കാണാൻ പോകുന്ന നീ സന്ദർശിക്കപ്പെടും. എവിടെ വെച്ച് സന്ദർശിക്കപ്പെടും? വായിക്കാം. വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജനതകളിൽ നിന്ന് ഛേദിക്കപ്പെട്ടതും പല ജാതികളിൽ നിന്ന് ജനതകളിൽ നിന്ന് ശേഖരിച്ചു. പീലാത്തോസിന്റെ അരമനയിൽ. മോൻ വാക്യം മാറ്റരുത്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. 110 രാജ്യങ്ങളിലേക്ക് ചിതറിയ യഹൂദൻ മടങ്ങി വരും. പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ. സജുജാത്തന്നൂരല്ല, ബൈബിളായിരിക്കണം ക്ലിയർ. വായിച്ചാട്ടെ. ഒരു ദേശത്തേക്ക്, ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. ഒരു രാജ്യത്തിലേക്ക് നീ വന്നു ചേരും. ആ വാക്യം നിരന്തരം. വായിച്ചോ മോനെ. അടുത്ത വാക്ക്. നിരന്തരശൂന്യമായി. 1948 മെയ് 14 സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ അറബി ഒട്ടകം ഓടിച്ച് മൂളിയ ഒരു സ്ഥലമുണ്ട്. ആ ദേശത്ത് നീ വരും. ആ സ്ഥലം ഏതാ? ബൈബിള് ഇനി കേൾക്കണം. വായിച്ചോട്ട് മോനെ ആ വാക്യം. നിരന്തരശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. കരമൊന്ന് ഉയർത്തിയാട്ട് മോനെ. അവസാനം വരാൻ പോകുന്നത്
പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം യേശു പറഞ്ഞു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. ലോകം രണ്ട് ചേരി കോവിഡ്. അപ്പൊ റഷ്യയുടെ കൂടെ ആരൊക്കെ? ക്ലിയർ വചനം കുഞ്ഞു വായിക്കാം. എസക്കേൽ 38:5-6 വാക്യങ്ങൾ. ഈ തലമുറ കർത്താവ് വരാൻ പോവാ. കൊണ്ണിയൂര് അത് പത്രത്തിൽ വരാൻ പോകുന്ന വാർത്തകൾ ഇന്ന് രാത്രി പറഞ്ഞുതരാം. ഇറാൻ, അത് അഫ്ഗാനിസ്ഥാൻ. അടുത്തത് കൂശ്യർ. തമിഴ് ബൈബിള് ക്ലിയറായി. എത്യോപ്യയായി കൂശ്യർ എന്ന് പറയുന്നത് ആഫ്രിക്കയോട് ചേർന്ന്. അടുത്തത് പൂത്യർ, ഇന്നത്തെ കേണൽ ഗദ്ദാഫിയുടെ ലിബിയ രാജ്യം. ഇത് റഷ്യയോട് ചേരും. അടുത്തത് ഗോമരും, അഥവാ യൂറോപ്യൻ യൂണിയനിൽ 12 രാജ്യമുണ്ട്. ഇതിൽ ഒരുത്തൻ യൂറോപ്പിൽ നിന്ന് മതിലിയാടും. ഇപ്പൊ ഒരുത്തൻ പോയി ബ്രിട്ടൻ. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ ഉള്ളത് ബെൽജിയം, ഫ്രാൻസ്, ബ്രിട്ടൻ, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്. ഇതൊക്കെ ഇതിൽ നിന്ന് ഒരുത്തനോടെ ചാടും. അതാ ഈ ഗോമേർ. ഒരുപക്ഷെ ജർമ്മനി ആയിരിക്കാം, വേറെങ്കിലും ഒരു യൂറോപ്പ് രാജ്യം. അമേരിക്കയുടെ കസ്റ്റഡിയിൽ നിന്ന് റഷ്യയിലേക്ക് അങ്ങ് മാറും ഗോമേരും. അടുത്ത വാക്ക് തോ കർമ്മ. വായിച്ചാട്ടെ. അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളുടെ പേരാ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. OIC 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. അതിനൊരു ലീഡറുണ്ട്. അവന്റെ പേര് കുഞ്ഞു വായിക്കും. അടുത്തത് വടക്കേറ്റത്തുള്ള തോഗർമാഗ്രഹവും. അതാ ഇന്നത്തെ തുർക്കി. സ്വത്രം തോഗർമാഗ്രഹം. അതിന്റെ ഒരു പ്രസിഡന്റ് ഉണ്ട്. കുഞ്ഞുങ്ങൾ കേട്ടോണം, ഇനി ഇതാരും പറയത്തില്ല. തുർക്കിയുടെ പ്രസിഡന്റാ രജബ് തൊയ്യിബ് എർദോഗൻ. ഇവര് 4 പേര് കൂടിയൊരു പടം നിങ്ങളുടെ മൊബൈലിലുണ്ട്. രാത്രി എപ്പോഴെങ്കിലും വീട്ടിൽ ചെല്ലണം. ഷാങ്ഹായ് ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു? ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച്. അതിന്റെ ലീഡർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ. അതിനകത്ത് 4 നേതാക്കൾ ഒരുമിച്ച് നിന്നു. ഒന്ന് ഇറാന്റെ മരിച്ചുപോയ ഇബ്രാഹിം റൈസി. 2 റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു പടക്കൂട്ടം എഴുന്നേറ്റ് വരും. അതാ കോവിഡ്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലയോ, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടത്തിന്റെ നിറവിൽ അന്തിമയുദ്ധം. ഇനി രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇസ്രയേലിന്റെ കൂടെ ആരൊക്കെ? ലോകം 2 ചേരിയിൽ. എസക്കേൽ പ്രവചനം 38:13 വാക്യം. റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കാൻ വരുമ്പോൾ ഇസ്രയേലിന്റെ കൂടെ ഏതൊക്കെ രാജ്യങ്ങൾ? വായിച്ച സഹായിച്ചിട്ട് മോൻ. ശെബ. മോൻ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ പഠിക്കാൻ വേണ്ടി ആ സ്പീഡ് കൂട്ടാത്ത. ശെബ എന്ന് പറയുന്ന യമൻ രാജ്യം. കുഞ്ഞുങ്ങളുടെ പത്രത്തിൽ വാർത്ത. യമനിലെ ഹൂത്തി വിമതർ. അതിന്റെ പ്രത്യേകത എന്താ? സൗദി അറേബ്യയിൽ ഒരു എണ്ണ കമ്പനി ഉണ്ട്. ഇവിടെ പല ദൈവദാസന്മാരും ഇവിടെ പോയിട്ടുണ്ട്. അരംകോ. ഇന്ന് അരംകോയ്ക്ക് ഭീഷണി യമനിലെ ഹൂത്തി വിമതർ. 2 ഇസ്ലാമിന്റെ 2 പുണ്യകേന്ദ്രങ്ങളുണ്ട്, മക്ക, മദീന. അതിനകത്ത് ബോംബിട്ടാൽ സൗദി ഒരിക്കലും യമനെ കയറി കട്ടക്കടിക്കത്തില്ല. അതുകൊണ്ട് സജൂജ തന്നൂർ ഇനി ഇവിടെ വന്നില്ലേലും നിങ്ങൾ കാണാൻ പോകുന്നൊരു വാർത്ത, യമന് അമേരിക്കയും ബ്രിട്ടനും ആടിച്ചൊതുക്കി കയ്യിലാക്കും. ഇറാഖിന്റെ കണക്ക്. സ്വത്രം അല്ലെ, എണ്ണ വിപണി തകരും. യമനിലെ ഹൂത്തി വിമതർ. ഇന്ന് അമേരിക്കയുടെ കാശില്ലാത്തതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിനോട് പറഞ്ഞിട്ട് ഇന്ത്യയുടെ നാവികസേന സൗദി അറേബ്യയുടെ ബോർഡർ യമനിൽ കിടക്കുന്ന കടൽ കൊള്ളക്കാരെ അടിക്കാൻ. കേട്ടോ, ഇതൊക്കെ അങ്ങോട്ട് പത്രത്തിൽ കാണണം. ഇവരെല്ലാം സപ്പോർട്ട്. യമനെ അടിച്ച് അമേരിക്കയുടെ കസ്റ്റഡി കൊണ്ടുവരും. ഇറാന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. ബാക്കി ഇറാന്റെ കാര്യം പുറകെ പറയാം. അടുത്ത കഴിഞ്ഞിട്ട് വായിക്കാം. ശെബയും. അടുത്തത് ദദാൻ. അതാ യമൻ കഴിഞ്ഞ ആഫ്രിക്കൻ രാജ്യം ഏഡൻ. സൗദി അറേബ്യ, യമൻ, ദദാൻ. ദദാൻ കഴിഞ്ഞ ഏഡൻ കഴിഞ്ഞ ഈജിപ്റ്റാ. ഈ പാതയാ കളിക്കാവിള എന്ന് പോകുന്ന ചൈനയുടെ സിൽക്ക് പാത. അതിന്റെ 1ാം ഘട്ടത്തിലോ ഭാരത് ജോഡോ നമ്മുടെ രാഹുൽജി നടത്തിയ യാത്ര എവിടം വരെ? കാശ്മീർ. അത് കഴിഞ്ഞാൽ നേരെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അവസാനം ചെല്ലുന്ന ചൈനയുടെ സിൽക്ക് പാത. എനിക്ക് പ്രസംഗിക്കാൻ സമയമില്ല. ഇനിയിപ്പോൾ 7 മൂട്ടിലോ അല്ലെ അടുത്ത തിങ്കളാഴ്ച അന്തിയൂർ കോണത്ത് പ്രസംഗിക്കുന്നുണ്ട്. ഇതിന്റെ ബാക്കി വരണം. അവിടുത്തെ ചെറുപ്പക്കാർ ഇന്നാളെ പറഞ്ഞു വെളിപ്പാടൊന്നും പ്രസംഗിക്കരുത്, അന്ത്യകാലം. ആമോസ് അവിടെ പ്രസംഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇതെവിടം വരെ ചെന്ന് എത്തുമെന്നറിയാം? ഇസ്രയേൽ, ശെബയും ദദാനും. അടുത്തത് റഷ്യയുടെ കൂടെ വിട്ടിട്ട് അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രങ്ങൾ, അഥവാ ഇസ്രയേലിനോട്. അടുത്ത വാക്ക് മോനെന്ന് വായിച്ചാട്ടെ. തർശീഷ് വർത്തകരും. ആരാ തർശീഷ് വർത്തകന്മാർ? 5 ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ. 1 അമേരിക്ക, 2 കാനഡ, 3 ഓസ്ട്രേലിയ, 4 ഫ്രാൻസ്, 5 ബ്രിട്ടൻ. ഇവരിത്രയും പേരുമായി ഇസ്രയേലിന്റെ പുറയിലുള്ളത്. നിങ്ങൾ ഇതെല്ലാം കേൾക്കണം. രാവിലെ പേപ്പർ വായിച്ചിട്ട് ഞങ്ങളുടെ പാസ്റ്റർമാരടക്കം കല്യാണം മരണവും നോക്കാതെ ഫ്രണ്ട് പേജ് നോക്കണം. സ്വത്രം അതിനകത്ത് നോക്കിക്കോണം. അതിന്റെ കാര്യം, ഈ ഹമാസിന്റെ ആക്രമണം വന്നു. ആരാ? അമേരിക്കയുടെ ബൈഡൻ അവിടെ ചെന്ന് നെതന്യാഹുവിന് കൈ കൊടുത്തു. ഞങ്ങൾ കൂടെയുണ്ട്. സ്വത്രം. 2 കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക. ബ്രിട്ടനിലെ ഋഷി സുനക്, ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവൻ, അവനും അവിടെ ചെന്നു. 3
കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അവൻ ഇവിടെ ചെന്ന് ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ നെതന്യാഹുവിനെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ കൂടെയുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രധാനമന്ത്രിക്ക് കോവിഡ് ആയിരുന്നു, പുള്ളിക്ക് പോകാൻ പറ്റാഞ്ഞുകൊണ്ട് ഞങ്ങൾ പാസ്റ്റർമാരെ ഇന്ന് കവർ കൊടുക്കുന്ന പോലെ 4 കപ്പലിനെയും വിട്ടുകൊടുത്തു. സ്വത്രം. ഇതാ തർശീഷ് വർത്തകന്മാർ. 5 സാമ്പത്തിക മാന്ദ്യമില്ലാത്ത 3 രാജ്യം. 1 തൈവാൻ, 2 ജപ്പാൻ, 3 ഇന്ത്യ. ഇന്ത്യക്ക് ഒരു സാമ്പത്തിക മാന്ദ്യമില്ല. സ്വത്രം. നിങ്ങൾ പറയുന്ന പോലല്ലോ കോടിക്കണക്കിന് ഡോളർ ഇന്ത്യ നിക്ഷേപിച്ചിട്ടിരിക്കും. ഒരു സാമ്പത്തിക മാന്ദ്യം ഇന്ത്യക്കില്ല. ഇന്ത്യ ആരുടെ കൂടെ? മിണ്ടുന്നില്ലല്ലോ. ഇന്ത്യ ഇസ്രയേലിന്റെ കൂടെ. 2009 ഏവരും കേൾക്കണം. ധനുവച്ചപുരം ITI ഗ്രൗണ്ടിൽ ഞാൻ പ്രസംഗിക്കുക. ധനുവച്ചപുരം കൊല്ലായിൽ കൺവെൻഷൻ 2009, 15 കൊല്ലം മുമ്പ്. അന്ന് ഞാൻ അവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഇന്ത്യയിൽ BJP ഭരണം തിരിച്ചു വരും. അവരെല്ലാവരും വിചാരിച്ചു ഭാഷ എന്തോ പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇന്ത്യ ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ ഇവിടുത്തെ മരണമാറ്റം വന്നേ പറ്റത്തുള്ളൂ. സ്വത്രം. എല്ലാവരും കേൾക്കണം, രാഷ്ട്രീയക്കാരെല്ലാം കേൾക്കണം. ഇവിടുത്തെ ഒരു നേതാക്കൾക്കും അറിയത്തില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വാജ്പേയി, അത് കഴിഞ്ഞ് ആഭ്യന്തരമന്ത്രി LK അദ്വാനി, അന്നൊരു വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് വന്നപ്പോൾ അവർ നേരെ അമേരിക്കയിലല്ല വിട്ടത്, നേരെ ഇസ്രയേലിലേക്കാണ് പോയത്. സ്വത്രം. ഇതെല്ലാം കാണണം, കണ്ണ് തുറന്ന് കാണണം. ഇനി നമ്മുടെ 2000 കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രയേൽ ഹമാസ് ആക്രമണം നടന്നത്. അന്ന് ആദ്യം ഹലോ വിളിച്ച് ആരാന്നറിയോ? ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേൽ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇസ്രയേലിന്റെ കൂടെയുണ്ട് കരമുയർത്തുന്നവർക്കായി. സ്വത്രം. കണ്ടില്ലോ? ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യം ഫോൺ ചെയ്തത് ഇസ്രയേലിന്. അന്ന് എല്ലാവരും കേൾക്കണം, ജയശങ്കർ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇസ്രയേലിലെ ബെഞ്ചമിൻ നെതന്യാഹുവോട് പറഞ്ഞു, സാറേ അവിടെ ആരെങ്കിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ പറ, ഞങ്ങളുടെ കമാൻഡോസിനെ അയക്കാം. ആ പഞ്ചാബിലും കാശ്മീരിലും കയറിയ തീവ്രവാദികളെ പിടിക്കുന്ന സ്പെഷ്യൽ കമാൻഡോസ്. ഇസ്രയേൽ പറഞ്ഞു, ഇപ്പം വേണ്ട. ഇന്ന് രാത്രി ചെറുപ്പക്കാർ കേൾക്കണം, അന്ത്യദിനങ്ങളിലേക്ക് ലോകത്തിലെ ഏത് പ്രസിഡന്റ് ഇന്ത്യയുടെ വിമാനത്താവളത്തിൽ ഇറങ്ങിയാലും ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ വീട്ടിലിരിക്കും. വൈകിട്ട് ആ ചായ സൽക്കാരം നമ്മുടെ കൺവെൻഷന്റെ കണക്ക്. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ഇന്ത്യയിലൊന്ന് വരട്ടെ, മോഡി സാർ ചേർന്ന് കെട്ടിപ്പിടിക്കും. എൻ തമ്പി വന്നിരിക്കുന്നത് കുമാരി ഭാഷ പറഞ്ഞ സ്വത്രം. ഇന്ത്യക്കാരുടെ ഭാഷ പറഞ്ഞ മേരാ ബായി ആകെയാന്ന്. സ്വത്രം. അപ്പ ഇറങ്ങി വരും. സ്വത്രം. ഇന്ത്യ നിലനിൽക്കുന്നത് ഇസ്രയേലിന്റെ കസ്റ്റഡി. കേട്ടോടെ? 1 ചെറുപ്പക്കാരെല്ലാം കേൾക്കണം, രാഷ്ട്രീയക്കാരും കേൾക്കണം, ലൈവും കേൾക്കണം. ഇന്ത്യ കാർഗിൽ യുദ്ധം ആരുടെ തോക്കെടുത്ത് വെച്ചാൽ പാകിസ്ഥാനെ അടിച്ചതെന്നറിയാമോ? പറഞ്ഞു തരാം. ഇസ്രയേലിന്റെ തോക്ക് പാങ്ങോടുകൂടെ വരുമ്പോൾ മിലിറ്ററി ക്യാമ്പിൽ കയറി ചോദിക്കണം, അവിടെ ഹിന്ദിക്കാരനോട് ചോദിക്കണം, ഇവിടെ ഏതാ തോക്ക്? അവൻ പറഞ്ഞൊരു ടൈവർ ടാർ 21 ഇസ്രയേലിന്റെ ഏറ്റവും വലിയ തോക്ക പാങ്ങോട്. യെശയ്യാ 54:16 തീക്കൊള്ളി പോലെ ഒരായുധം നിന്റെ കയ്യിൽ, അതുണ്ടാക്കുന്ന കൊല്ലനെയും നിന്റെ ഇടയിൽ എഴുന്നേൽപ്പിക്കും. സ്വത്രം. ഇസ്രയേലിന്റെ ആയുധം. 2 ബാലാക്കോട്ട് ഭീകരാക്രമണം. പാകിസ്ഥാൻകാർ ഇന്ത്യ തീവ്രവാദികൾ കയറി, ഇന്ത്യ തിരിച്ചടിച്ചു. ബാലാക്കോട്ട് ഭീകരാക്രമണത്തിൽ അടിച്ച മിസൈൽ സ്പാരോ, അതാര്യ? ഇസ്രയേലിന്റെ. ആ അടിയ നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ കണ്ടുകൊണ്ട് ഇസ്രയേലിന്റെ സാറ്റലൈറ്റ് അടിക്കുന്ന ഇന്ത്യക്ക് വിട്ടുകൊടുത്തു. സ്വത്രം. ഇന്ത്യക്കാരടിക്കുന്ന ഇസ്രയേൽ സാറ്റലൈറ്റ് ചോർത്തി കൊടുത്തു. 2ാമത്തെ കാര്യം. 3 നമ്മുടെ പട്ടണം തിരുവനന്തപുരം. എല്ലാവരും കേൾക്കണം, ഇന്ന് എത്ര ദിവസം കൊണ്ട് മഴ പെയ്യുന്നു? മിണ്ടുന്നില്ലല്ലോ. ഒരു വിമാനം തിരിച്ചു വിട്ടെന്ന് ആരെങ്കിലും പത്രത്തിൽ കാണിച്ചാൽ ഞാൻ ഇന്ന് പ്രസംഗം നിർത്താം. സ്വത്രം. തിരുവനന്തപുരം എയർപോർട്ട്. പണ്ട് നിങ്ങൾ തിരുവനന്തപുരക്കാർ കാണത്തില്ല, മഴ പ്രതികൂലം, തിരുവനന്തപുരത്ത് വന്ന വിമാനം തിരിച്ചു വിട്ടു. ഇന്ന് 4 ദിവസമായിട്ട് തമ്പാനൂർ വെള്ളം കയറുന്നു, എയർപോർട്ട് റൺവേയിലും വെള്ളമുണ്ട്. പക്ഷെ ഒറ്റ വിമാനം തിരിച്ചു വിടത്തില്ല. ഞാൻ പഠിപ്പിച്ച പയ്യനെ റൺവേയുടെ സൂപ്പർവൈസർ, എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിക്കുക. സ്വത്രം. എല്ലാത്തിനും ഞാൻ പഠിപ്പിച്ച് എനിക്കൊരു സന്തോഷമുണ്ട്. സ്വത്രം. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറ് പച്ചയ്ക്ക് പറയണം, ഇൻസ്ട്രുമെന്റേഷൻ ലാൻഡ് അതാ ഇന്ത്യയും ഇസ്രയേലും തീർന്നില്ല. ഇനിയും കേൾക്കണം, എല്ലാവരും കേൾക്കണം. ഇടയ്ക്ക് കോവിഡ് കാലത്തൊരു പ്രശ്നം ഉണ്ടായി. നമ്മളെ ചൈനക്കാരെ കയ്യാലമാന്താൻ വന്നു. അന്ന് ഇന്ത്യക്കാരൻ വിട്ടില്ല, നമ്മുടെ ആൾക്കാർ ഞെരിച്ചു. 46 ചൈനക്കാരെ കൊന്നത്. അന്ന് ഇവരെ പറഞ്ഞെന്തോന്നറിയോ? ചൈന പറഞ്ഞ ഇന്ത്യ ശരിയാക്കുമെന്നു. ആ സമയത്ത് നമ്മുടെ ചായ കുടിച്ച, ഇന്ത്യക്ക് ചായ കുടിച്ച ഒരു രാഷ്ട്രങ്ങളിൽ നിന്നില്ല. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ചങ്കൂറ്റത്തോടെ പറഞ്ഞു, ഇന്ത്യയെ തൊട്ടാൽ ചൈന വിവരമറിയുമെന്ന്. സ്വത്രം. പറഞ്ഞത് ഇസ്രയേൽ പ്രധാനമന്ത്രി. സ്വത്രം.
അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദമല്ല. അതുകൊണ്ടല്ലേ മോഡി സാർ, അമിത്ഷാ, അത് കഴിഞ്ഞ് രാജ്നാഥ് സിംഗ് പറയും ഹം ലോഗ് കോ കോയി ഭി തക്ലീഫ് കർനെ കെ ലിയെ ആയേഗാ ഹം ലോഗ് മാരേഗാ. നിന്നെ അടിക്കുമെന്ന് സ്വത്രം. അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ പറയ ആളുണ്ടെന്ന്. സന്തോഷമില്ലല്ലോ. സജു ചാത്തൻ്റെ ഒരു തിരുവനന്തപുരത്ത് നിന്ന് വല്ലതും വെല്ലുവിളിക്കണ്, എൻ്റെ പുറകെ കുറച്ച് രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ പോലീസുകാരോ ഒക്കെ വേണം. അല്ലാതെ വെല്ലുവിളിച്ച് എന്നെ സ്റ്റേജിൽ നിന്ന് പൊക്കിക്കൊണ്ടു പോകും. സന്തോഷമില്ലല്ലോ സ്വതന്ത്രം. അതുപോലെ ഇന്ന് ഇന്ത്യയുടെ പുറകെ ആളുണ്ടായോണ്ട് ഈ മോഡി സാറൊക്കെ കാട്ടാക്കട എന്ന് പാകിസ്ഥാനെ ചൈനയൊക്കെ വെല്ലുവിളിക്കുന്നു. സ്വതന്ത്രം ആരാ? ഇസ്രയേൽ കൂടെയുണ്ട്. ഇനി എല്ലാവരും കേൾക്കണം. മേജർ രവി, ഒരു പട്ടാളത്തിൻ്റെ കേണൽ, കഴിഞ്ഞ ദിവസം 24 ചാനലിന് അഭിമുഖം കൊടുത്തിട്ട് ഞെട്ടിച്ച് കളഞ്ഞു. ഇന്ത്യയിലെ ആയുധ പുരകൾ മുഴുവൻ ഇസ്രയേലിൻ്റെ ആയുധങ്ങൾ. ഇനി അടുത്തതൂടെ കേൾക്കണം, ചെറുപ്പക്കാരെല്ലാം കേൾക്കണം, ഇതെല്ലാം ലോകം അറിയണം. കഴിഞ്ഞ ദിവസം ഞാൻ ആറാട്ടുപുഴ IPCയിലാണ് പ്രസംഗിച്ചത്. അപ്പോൾ അവിടെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു സബ് ഇൻസ്പെക്ടറാ ആ യോഗം ക്രമീകരിച്ച്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ പട്ടാളത്തിലെ മിലിറ്ററി ഓഫീസർ, എല്ലാവരും കേൾക്കണം. അദ്ദേഹമായിരുന്നു കാശ്മീരിൽ ആര്യ പട്ടാളത്തിൻ്റെ വയർലെസ് ഓപ്പറേറ്റർ. അദ്ദേഹത്തിൻ്റെ വാഹനത്തിലാണ് എന്നെ ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടത്. ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടപ്പോൾ അദ്ദേഹം വാഹനത്തിരുന്ന് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങളുടെ പ്രസംഗം സ്ഥിരം കേൾക്കും, നാട്ടുകാർ കാശ്മീരിലും പഞ്ചാബ് ദൈവ കുഞ്ഞുങ്ങൾ പറയണം, അത്തി തളിർത്തു കൊമ്പിളതായി വേനലടുത്തു, കരമുയർത്തുന്നവർക്കായി. എല്ലാ ദിവസവും പത്രത്തിനകത്ത് വാർത്ത ഇസ്രയേൽ. തീർന്നില്ല. ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം, ഇന്ത്യ തളരാതിരിക്കാൻ കാര്യം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ആര് വന്നു? യഹൂദൻ വന്നു. ഹിറ്റ്ലർ 60 ലക്ഷം പേരെ കൊന്ന് ചെറുപ്പക്കാരനെ, ജർമ്മനിക്കാരനെല്ലാം ചവിട്ടിയിട്ട് വന്നു. എന്നാൽ കൊച്ചിയിലെ മട്ടാഞ്ചേരി മുതൽ മണിപ്പൂർ വരെ യഹൂദൻ ചിതറി. ഇവിടെ ഒരു സംഭവം നടന്നില്ല. അവരെ കൊന്നില്ല. അവർക്ക് വസ്തുവും കൊടുത്ത് സിനഗോഗും കൊടുത്ത്. ഇതാ അബ്രഹാമിൻ്റെ അനുഗ്രഹം. വീട്ടിൽ ചെന്ന് വായിക്കണം. ഉൽപ്പത്തി 12. നിന്നെ അനുഗ്രഹിക്കുന്നവന് ഞാൻ അനുഗ്രഹിക്കും, കരമുയർത്തുന്നവർക്കായി. ഇന്ന് രാത്രി ഇസ്രായേൽ മക്കളെ കാത്ത ഒരു രാഷ്ട്രമായതുകൊണ്ട് ആരൊക്കെ വെറുത്തിട്ടും ഇസ്രായേൽ ഇന്ത്യയുമായി കരം കൊടുക്കുന്നത്. ഇവിടെ ഹമാസ് ഇസ്രായേൽ സംഘടന നടന്നു. ഒരു ആക്രമിക്കപ്പെടും. എന്തിന്? അടുത്ത വാക്യം തർശീശ് വർത്തങ്ങൾ. ക്ലിയർ ആയിരിക്കണം ബൈബിൾ. അടുത്ത വാക്യം കൂടെ പോൻ വായിച്ചാട്ട്. തർശീശ് വർത്തങ്ങളും നിന്നോട് കവർച്ച ചെയ്യുവാനോ. വായിച്ചാട്ട് മോനെ അടുത്ത വാക്യം. നീ കൊള്ളയിടുവാനോ. ഇസ്രായേലിൽ റഷ്യ ഇറങ്ങി വരും. കൊള്ളയിടുവാനോ വന്നത് കവർച്ച ചെയ്യുവാനോ വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനോ കന്നുകാലികളെയും മതി. എല്ലാത്തിനെയും മോഷ്ടിക്കാനാ വരുന്നത്. ഇവിടെ എല്ലാവരും കേൾക്കണം, കാട്ടാക്കടക്കാർ കേൾക്കണം. ഇന്ന് റഷ്യ തീർന്നിരിക്കുക. ഈ ഉക്രൈനായിട്ട് യുദ്ധം ഉണ്ടായി. വെളിരാജ്യത്ത് അക്കൗണ്ട് മരവിപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഈ കാട്ടാക്കട, ചെമ്പൂര്, വെള്ളറട മിക്ക ദിവസം ഞാൻ യാത്ര ചെയ്യുന്നത്. ഇവിടെ എത്രയോ കുഞ്ഞുങ്ങളെ എനിക്കറിയാം. കുഞ്ഞുങ്ങൾ എവിടെ പോയി? ജോർജിയ, ക്രിമിയ, സൈബീരിയ, റഷ്യ, അർമീനിയ ഡോക്ടറേറ്റ് പഠിക്കാൻ പോയി. ഇന്ന് വല്ലവരും പോന്നോ? കാരക്കോണത്തെക്കാളും വലിയ കച്ചവടമായിരുന്നു റഷ്യയിൽ. MBBS കച്ചവടം തീർന്ന്, കോളേജും പൂട്ടി. അത് കഴിഞ്ഞ് വെസ്റ്റേൺ യൂണിയൻ ട്രാൻസ്ഫർ റഷ്യയിലേക്കില്ല. റഷ്യയിൽ ഒരു കാർ പ്ലാന്റ് ഉണ്ടായിരുന്നു, ഹോണ്ട. അത് തമിഴ്നാട്ടിൽ വന്നു. സ്വത്രം. റഷ്യയിലെ ഏറ്റവും നല്ല മൊബൈൽ സാംസങ്, അത് തമിഴ്നാട്ടിൽ വന്നു. കണ്ടോ? കേരളത്തിൽ വരും, പ്രാർത്ഥിച്ചോണ്ടാ മതി. സന്തോഷമില്ലല്ലോ. സ്വത്രം. പച്ചയ്ക്ക് പറയാം. ഞാൻ ഈ കന്യാകുമാരി പണ്ട് പ്രസംഗിക്കാൻ പോകുമായിരുന്നു. ഇപ്പോഴും പോകുന്നുണ്ട്. മാർത്താണ്ഡ, സ്രായംകൂടി, ഇറച്ചിപ്പാലം, തടിക്കാരുകോണം, കാട്ടാത്തുറ, തക്കൽ, അവിടെയൊക്കെ പണ്ട് ചെല്ലുമ്പം ചെറിയ വീടും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഉപദേശിമാരെ പോലെ കുറേ കാറ്റാടിയാണ് നിന്നത്. സന്തോഷമില്ലല്ലോ. സ്വത്രം. അത് കഴിഞ്ഞ് തിരുനെൽവേലി പോകണം. ആണ്ടിപ്പട്ടി, രാജപാളയം, ശങ്കരൻകോവിൽ, സുറണ്ടൈ, എവിടെയൊക്കെ പോകുമ്പോൾ കുറേ കാറ്റാടി. ഇടയ്ക്കൊരു പള്ളിയായിരുന്നു. ഇന്ന് അവിടെ ചെല്ലണം. കാറ്റാടിയല്ല, നല്ല കമ്പനിയെല്ലാം തമിഴൻ്റെ കയ്യിലായി. കര ഉയരുന്നില്ലല്ലോ. സ്വത്രം. അതുകൊണ്ട് ആ പ്രളയം വന്നപ്പോൾ ഇവിടുത്തെ കേരളക്കാർ തമിഴനോട് ചോദിച്ചു വല്ലതും വേണമെന്ന്. അവൻ പറഞ്ഞു കുച്ച് ബി നയിച്ചായി, ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന്. സ്വത്രം. കണ്ടോ? അവൻ്റെ കയ്യിലെല്ലാം കാശായി. കേരളത്തിൽ പ്രാർത്ഥിച്ചോ സാംസങ് അല്ല ഹോണ്ടയല്ല വരുന്നു. സ്വത്രം. മാനസാന്തരപ്പെട്ടില്ല. ഇതിലും വലിയ പ്രശ്നമാണ് വരാൻ പോകുന്നത്. സ്വത്രം. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ റഷ്യ സാമ്പത്തിക മാന്ദ്യം രക്ഷപ്പെടാൻ ഒരു വഴി, അവൻ ഇസ്രയേലിനെ ആക്രമിക്കും. എന്തിനു വേണ്ടി? റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഒന്ന്, ഇന്ന് ചാവ് കടൽ, അതാ ലോത്തിന്റെ കാലത്ത് തീയിറങ്ങിയ കടൽ. അവിടെ 4 ധാതുലവണമുണ്ട്. തോറിയുണ്ട്, ലിഥിയമുണ്ട്, മഗ്നീഷ്യമുണ്ട്, പ്രോട്ടീനിയമുണ്ട്. 2, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഖത്തറിൽ കാണും. ഏറ്റവും കൂടുതൽ ഗ്യാസ് കിട്ടുന്നത് ഖത്തറിലല്ല. ഏറ്റവും കൂടുതൽ ഗ്യാസ് നെഗോ മരുഭൂമിയിൽ ഡിമോണ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഭൂമിക്കടി ഗ്യാസ് കിടപ്പുണ്ട്. ഇതാർക്കറിയാം? റഷ്യക്കറിയാം. 3, ഏറ്റവും കൂടുതൽ എണ്ണയുള്ളത് അമ്പൂരിയിലെ തോമാച്ചാൻ. അമ്പൂരി തന്നെ പിടിക്കാം, ഞങ്ങളുടെ തോമാച്ചാൻ. ഒരു കൃഷി റബ്ബർ. വില കുറയുമ്പോൾ
കുരുമുളക് വില കൂട്ടും, സന്തോഷമില്ലല്ലോ. അതിന് വില മാറുമ്പോൾ ഇഞ്ചിക്ക് വില കൂട്ടും, സന്തോഷമില്ലല്ലോ. അതുപോലെ 3 സാധനം കിട്ടിയാൽ രക്ഷപ്പെടും. അപ്പോൾ റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. മെയിൻലി എണ്ണ. ആവർത്തനം 33:24 എടുത്താട്ട് കുഞ്ഞുങ്ങളെ, എവിടെ എണ്ണ കിടക്കുന്നത്? ഞങ്ങളുടെ ബൈബിളിനകത്തുണ്ട്. ഇവിടുത്തെ ഇന്ത്യൻ ഓയിലും BP അറിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് എണ്ണ എവിടെ? ആവർത്തന പുസ്തകം 33-24 വാക്യം വായിച്ചോട്ടെ. ആശേറിനെ കുറിച്ച് അവൻ പറഞ്ഞത് ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടനായിരിക്കട്ടെ. അവന്റെ കാൽ എണ്ണയിൽ മുക്കട്ടെ. ആ കരം ഉയർത്തിയാട്ടെ. ഇതാ ക്രൂഡ് ഓയിൽ, പെട്രോൾ അല്ല. ഇസ്രായേലിന്റെ കൈപ്പയിലും യാപ്പയിലും കിടപ്പുണ്ട് എണ്ണ. ഇത് ഇത്രയും കിട്ടിയ രക്ഷപ്പെടത്തില്ലയോ? 1 ഗ്യാസ്, 2 റഷ്യയിലെ സ്വർണ്ണവും ആണവനിലയും പോയി ഇസ്രായേലിൽ നിന്ന് ധാതുലവണം കിട്ടിയാൽ രക്ഷപ്പെടും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, ഒരന്തിമ യുദ്ധത്തിന്റെ ചാലുകൾ ഇവിടെ ഒരുങ്ങാറായി. എന്നാൽ ആ യുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. യെരൂശലേമേ, യെരൂശലേമേ, ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്നെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സിലായിരുന്നു. ഇപ്പോൾ റഷ്യ ഉക്രൈൻ, അതിൻ്റെ കൂടെ 2 കാര്യം പത്രവാർത്ത. ഹമാസ് ഇസ്രായേൽ. വായിക്കാം. ഇസ്രായേൽ കത്തുമോ? ഹമാസിന്റെ ബോംബിറങ്ങുമോ? വായിക്കാം മോനെ ബൈബിൾ. ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഇതാ നിങ്ങളുടെ പത്രത്തിനകത്ത് വന്ന വാർത്ത. ആമോസ് 2:6 വാക്യം. മോനെന്ന് വായിച്ചാട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ 3-4 അതിക്രമം നിമിത്തം. അതിന് മുമ്പുള്ളൊരു വാക്കൂടെ, അതിന്റെ 4-ാമത്തെ വാക്യം എനിക്ക് അത്രയും ക്ലിയർ ആവുന്നില്ല മോൻ. അതിന്റെ മുമ്പൊരു വാക്യമുണ്ട്, 4 അതിക്രമം. അതിന്റെ മുമ്പൊരു വാക്കൂടെ വായിച്ചിട്ട് തുടങ്ങിക്കോ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എല്ലാവരും ഇത് നടക്കണം. ഈ വാക്ക് ഈ കുഞ്ഞു വായിക്കുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹൂദായിൽ 3-4 അതിക്രമം നിമിത്തം. അതിന്റെ മുമ്പലത്തെ വാക്കൂടെ, അതിന്റെ മേളിലുള്ള വാക്ക് എത്ര മോനെ? 4-ാം വാക്യോ 5-ാം വാക്യോ? ഇസ്രായേലിന്റെ അരമനകളിൽ ഞാൻ തീ അയക്കുമെന്നൊരു വാക്കുണ്ട് ആമോസിൽ. ആമോസിന്റെ 2-5 4 മോനെന്ന് എടുത്താട്ടെ. അതിന്റെ മുമ്പുള്ള വാക്യം വായിച്ചാട്ടെ. ഞാൻ യഹൂദായിൽ, ഇതാ ക്ലിയർ, ഞാൻ യഹൂദായിൽ ഒരു തീ അയക്കും. അടുത്തത്, അത് യെരൂശലേമിലെ അരമനകളെ ദഹിപ്പിച്ച് കളയും. കരം ഉയർത്തിയാട്ടെ. ഇതാ മക്കളെ, ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസിന്റെ റോക്കറ്റ് എവിടെ? ഇസ്രായേലിനകത്ത് 3000 റോക്കറ്റുകൾ. യഹൂദായിൽ ഒരു തീ അയക്കും. യെരൂശലേം കത്തുന്ന ഒരു കാഴ്ച വരാറായി. അതാ നിങ്ങളുടെ പത്രത്തിൽ കണ്ട്. ഒരു രാത്രിയിൽ ആക്രമണം. 1400 പേർ മരിച്ചു, 300 പേരെ ബന്ദികൾ, 2000 പേർ മരിച്ചു. ഇതിവിടങ്ങ് തീരത്തില്ല. ഇതാ ഇസ്രായേൽ ഗാസ തീഗോളം. ഇന്ന് ലോകം 2 ചേരിയില്ല ഇല്ലേ? ഇത് അന്തിമ ദിനത്തിലേക്ക് പോകുന്നു, തീരത്തില്ല. ആ ആക്രമണം നടക്കുമ്പോൾ ഇന്ന് വേറൊരു സംഭവം നടക്കുന്നു. സിറിയ, ലബനോൻ. വായിച്ചാട്ട് മോനെ. യെശയ്യാ പ്രവചനം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇപ്പോഴത്തെ സംഭവങ്ങളെല്ലാം ബൈബിള്. യെശയ്യാ 17:1-2 മോൻ വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 17. ഒരിടത്ത് ഗാസ ഇസ്രായേൽ. അതാ കുഞ്ഞ് വായിച്ചത് 4 അതിക്രമം. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യും. 2003 ഇസ്രായേൽ ഗാസ 1-ാം സംഘട്ടനം. 2007 ഇസ്രായേൽ ഗാസ 2-ാം സംഘട്ടനം. 2013 ഇസ്രായേൽ ഗാസ 3-ാം സംഘട്ടനം. 2020 കോവിഡ് കാലം. അന്നാ ഒരു മലയാളി പെങ്കൊച്ച് റോക്കറ്റ് വീണ് മരിച്ചു. സൗമ്യ സന്തോഷ്, ഇടുക്കി. 4 കുഞ്ഞു വായിച്ച്. യെരൂശലേം 3. ഇതാ ദമ്മേശേക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം, സിറിയ ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. സിറിയനെ ഇസ്രായേൽ അടിക്കാൻ പോവാ. അടുത്തതും കാണുക. അടുത്തത്, അത് ശൂന്യ കൂമ്പാരമായി തീരും. കിടക്കുന്നത് ഇപ്പോഴത്തെ ഈ പലസ്തീൻ പ്രശ്നം തീർന്നാൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കാഴ്ചയാ. സിറിയനെ അടിക്കും. അടുത്തത് ലെബനോൻ. വായിച്ചാട്ടെ. അത് അരോവേർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു. ഇതാ ഇന്നത്തെ ലെബനോൻ. അപ്പച്ച അമ്മച്ചി ഹിസ്ബുള്ള കിടക്കുന്ന സ്ഥലം മുഴുവൻ ഇസ്രായേൽ അടിക്കുന്നു. ഇനിയുള്ള കാര്യം, ഇനി കൊണ്ണിയൂർ വന്നില്ലെങ്കിൽ നിർത്തിയാട്ട് മോനെ, ഇനിയുള്ള കാര്യം കേട്ടോ, എല്ലാവരും കേൾക്കണം. ഇസ്രായേൽ ഹമാസ്, ഇസ്രായേൽ സിറിയ, ഇസ്രായേൽ ലെബനോൻ. കഴിഞ്ഞ ഏപ്രിൽ മാസം 1-ാം തീയതി എന്താ സംഭവിച്ചതെന്നറിയാമോ? റഷ്യ സിറിയയുടെ മണ്ണിൽ ഇറാന്റെ എംബസിക്ക് ഇസ്രായേൽ കൊണ്ട് ബോംബിട്ട് 9 പേരാ മരിച്ചത്. അതിൻ്റെ പിറ്റേന്ന് 300 ഡ്രോണുകൾ എവിടെ കൊണ്ടടിച്ചെന്നറിയാമോ? സ്വത്രം എവിടെ കൊണ്ടടിച്ചു? ഇസ്രായേലിൽ അടിച്ചു. അന്ന് ലോകം പറഞ്ഞു യുദ്ധം നടക്കത്തില്ല.
അന്തിമകാലം വർഷങ്ങളായി പ്രസംഗിക്കുന്ന ഞാൻ, എന്നോട് പലരും വിളിച്ചു ചോദിച്ചു, ദാണ്ട് ഇറാൻ 300 ഡ്രോൺ കൊണ്ട് ഇസ്രായേൽ അടിച്ചു, ഒരന്തിമ യുദ്ധമാവോ? ഞാൻ പറഞ്ഞു, ഇപ്പോൾ അന്തിമ യുദ്ധം നടന്നാൽ വചനത്തിന് തെറ്റുപറ്റും. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടുന്നൊരു കൂട്ടം പോകണം. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം. ഇന്ന് രാത്രി ചെറുപ്പക്കാർ കേൾക്കണം. നിങ്ങൾ വീട്ടിൽ ചെന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. 2023 ഏപ്രിൽ മാസത്തിൽ ഞാൻ എവിടെയോ പ്രസംഗിച്ചു, ഇറാന്റെ പ്രസിഡന്റ് കൊല്ലപ്പെടുമെന്ന്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ആരോ വീഡിയോ ഇട്ടിരിക്കുന്നു. ആരാ പടം എടുക്കുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ മോൻ എടുക്കുന്ന ആരൊക്കെയോ പടം എടുക്കുന്നു. 2023 ഏപ്രിൽ മാസത്തിൽ സജു ചാത്തന്നൂർ പ്രസംഗിച്ചു, ഇറാന്റെ പ്രസിഡന്റ് കൊല്ലപ്പെടും, മൊസാദ് ചാലൊരുക്കുന്നു. എനിക്ക് കഴിഞ്ഞ വർഷം അറിയാം, 2023 2 പേരെ ഇസ്രായേൽ കൊന്നു അമേരിക്ക. 1 ഇറാന്റെ ആണവ ഉപദേഷ്ടാവ് മൊഹസിൻ ഫക്രസാദ, 2 സൈനിക ഉപദേഷ്ടാവ്, അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഖസീം സുലൈമാനി. ഇതെല്ലാം ബൈബിളും ചരിത്രവും. ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റ് തീരുവെന്ന്. ഇനി നിങ്ങൾ എഴുതിക്കോ, ഈ വർഷം നടക്കാൻ പോകുന്ന സംഭവം തുർക്കിയുടെ പ്രസിഡന്റിന് യവന്മാർ കൈകാര്യം ചെയ്യും. സ്വോത്രം. ഇസ്രായേൽ യവൻ സാധാരണ പുള്ളിയല്ല. കുടിച്ച വെള്ളത്തിൽ അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്വോത്രം. ഈ ഖത്തറിനകത്തായിരുന്നു ഹമാസിന്റെ നേതാക്കളുണ്ടായിരുന്നത്. അവരുടെ 2 പേരുടെ പേരാ മുഹമ്മദ് ഖനിയ, ഖാലിദ് മിഷേൽ. ഖത്തറിനോട് ഇസ്രായേൽ പറഞ്ഞു, അവന്മാരെ വീടും പൂട്ടി വണ്ടിയെടുത്ത് സ്ഥലം വിട്ടില്ല, നിന്നെ അടിക്കുമെന്ന്. സ്വോത്രം. അതുകൊണ്ട് ആ ഖത്തറിൽ നിന്ന് ഹമാസിന്റെ നേതാക്കൾ പുറത്താക്കിയത്. ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം, ഇസ്രായേലിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം, അന്ന് വാർത്തകളൊന്നുമില്ല, പത്രങ്ങളാണ്, ചെറിയ കാലം. അന്ന് ഒരു പത്രത്തെ ഒരു വാർത്ത കണ്ട് ഞാൻ സന്തോഷിച്ചു. ലോകചരിത്രത്തിൽ ബിരുദം ഉണ്ടായുണ്ട്. അമേരിക്കയിലെ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ 2 പേരെ വിളിച്ചു. 1 ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ, 2 പലസ്തീന്റെ നേതാവ് യാസർ അറാഫത്ത്. 2 പേരോട് എവിടെ നിൽക്കുന്നു? അമേരിക്കയിലെ വൈറ്റ് ഹൗസ്. ബിൽ ക്ലിന്റൺ ചായ കൊടുക്കുന്നു. ഉടനെ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു, നിങ്ങൾ സഹോദരങ്ങളോ? ഏരിയൽ ഷാരോൺ അത് യാസർ അറാഫത്തെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അയ്യാ നമ്മൾ അബ്രഹാമിന്റെ മക്കളാണ്, സമാധാനമായിട്ടിരിക്കുക. ഞാനും വിചാരിച്ച അടിയെല്ലാം തീർന്നെന്ന്. സ്വോത്രം. 3 ദിവസം കഴിഞ്ഞു. 4-ാം ദിവസം പത്രത്തിൽ വാർത്ത, പലസ്തീൻ്റെ മണ്ടയ്ക്ക് അവൻ പിന്നെ അടിച്ചെന്ന്. സ്വോത്രം. കുടിച്ച വെള്ളത്തിൽ യഹൂദനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇനി തുർക്കിയുടെ പ്രസിഡന്റിനും ഇറാന്റെ കണക്കുള്ള അവസ്ഥ വരാൻ പോന്നു. ആ ചാര സംഘടനയുടെ പേരാ മൊസാദ്. കൊണ്ണിയൂരുള്ളവർ കേൾക്കണം, മൊസാദിന്റെ ഉത്ഭവം എവിടെ? ഇതുകൂടെ പറഞ്ഞ ഇടവേളയിലേക്ക് പോകും. മൊസാദിന്റെ ഉത്ഭവം എവിടെയാണെന്നറിയാമോ? പണ്ട് യോശുവ എരിഹോയെ നോക്കുവാൻ 2 ദൂതന്മാരെ അയച്ചു, കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. ആക്രമണത്തിന് മുമ്പ് 2 ദൂതന്മാർ രാഹാബ് എന്ന വേശ്യയുടെ വീട്ടിൽ കയറി തട്ടിന്മേലിരുന്നിട്ട് പ്ലാനും സ്കെച്ചും തയ്യാറാക്കിയതിന് ശേഷമാ എരിഹോ കോട്ട പിടിക്കാൻ പോയ. അതിൽ നിന്ന് വന്ന പേരാ മൊസാദ്, കരമുയർത്തുന്നവർക്കായി. പ്ലാൻഡ് ഓപ്പറേഷൻ. ഇതെല്ലാം ബൈബിളിൽ നിന്ന് കേൾക്കണം. ഇസ്രായേൽ ചോദിച്ചാൽ മതി. ഞാൻ സ്ഥിരം സംസാരിക്കുന്ന ഇസ്രായേലുമായിട്ട് ആൾക്കാരവിടെ ഉണ്ട്. അവരാ പറഞ്ഞ, പാസ്റ്ററെ, പണ്ടത്തെ യോശുവ എരിഹോ പിടിക്കാൻ പോകുന്നതിന് വിട്ട് പ്ലാനും സ്കെച്ചും തയ്യാറാക്കാൻ 2 പേരെ വിട്ട് അതിൻ്റെ പ്രയോറിറ്റിയിൽ ഇസ്രായേൽ രൂപീകരിച്ച സംഘടന മൊസാദ്. കേരളത്തിൽ വരെ അവരുടെ ഏജന്റുമാരുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പല യാത്രകളും ഇവിടെ നിശ്ചയിക്കുന്നത് മൊസാദൂടെ ചേർന്ന ഇസ്രായേൽ അവിടം വരെ എത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ താമസമിന 7 യുദ്ധങ്ങളോളം ഇപ്പോൾ. 1 റഷ്യ ഉക്രൈൻ, 2 ഹമാസ് ഇസ്രായേൽ, 3 ഇസ്രായേൽ ഇറാൻ, 4 ഇസ്രായേൽ സിറിയ, 5 ഇസ്രായേൽ ലെബനോൻ, 6 യമനെ ആക്രമിക്കുവാൻ സൗദി അറേബ്യയുടെ സപ്പോർട്ടോട് അമേരിക്കയും ബ്രിട്ടനും, 7 ഇന്ന് രാത്രി കൊണ്ണിയൂർ 103ാമത് കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു സംഭവം നടക്കുന്നു. ദൈവാരെ പിടിക്കുവാൻ 70 യുദ്ധക്കപ്പലുകൾ ചൈന വിട്ട് കഴിഞ്ഞെങ്കിൽ എൻ്റെ യേശു പറഞ്ഞ പ്രവചനം നിവർത്തിയായി. കൊണ്ണിയൂര് യുദ്ധങ്ങളെ കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാനുള്ളത് തന്നെ. രാജ്യം രാജ്യത്തോട്, ജാതി ജാതിയോട് എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഒരന്തിമ യുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് കേട്ടോണം മക്കളെ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരതിർത്തിയുണ്ട്, വാഗാ അതിർത്തി. പാകിസ്ഥാന്റെ 40 കോൺസുലേറ്റുമാരെ AC ബസ്സിനകത്ത് അവിടെ കൊണ്ടു ചെല്ലും. അപ്പോൾ ഇസ്ലാമാബാദിന് 40 ഇന്ത്യൻ കോൺസുലേറ്റുമാരെ കൊണ്ടുവരും. അവർ 2 പേരും ബസ് അവിടെ കിടക്കും, പാസ്പോർട്ട് നോക്കും. പാകിസ്ഥാൻകാർ അങ്ങോട്ട് കൊടുക്കും, ഇന്ത്യക്കാർ ഇങ്ങോട്ട് മേടിക്കും. അതിർത്തി അടയ്ക്കും, പതാക താഴും. 8 മണിക്കൂർ കഴിഞ്ഞ് വെടിവെപ്പ്.
അങ്ങനെയെങ്കിൽ ഒരു അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കൊണ്ണിയൂരിൽ ഒരു കൈമാറ്റം നടക്ക്. ആ കൈമാറ്റത്തിന്റെ പേര യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ ഭക്തന്മാരെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറാ. ഇന്ന് രാത്രി കൊണ്ണിയൂര് മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. ഇന്ന് രാത്രി ഇതുവരെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ചെറുപ്പക്കാരി, ഞങ്ങളുടെ പ്രസംഗം കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന കുഞ്ഞ്, ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല, ഒരു സംഘടനയുടെ പ്രസംഗമല്ല. നിന്നെ നിത്യതയിൽ എത്തിക്കുന്ന ദൈവത്തിന്റെ വചനം ഏറ്റെടുത്ത് ഇന്ന് രാത്രി ചങ്കത്ത് കൈവച്ചുകൊണ്ട് ആര് കരമുയർത്തും? യേശു എൻ്റെ ഏക ദൈവ, അവൻ എൻ്റെ ഏക രക്ഷിതാവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നു. ചങ്കത്ത് കൈവച്ച് ആര് തീരുമാനമെടുക്കുമോ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ഇന്ന് രാത്രി ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുക. യേശു വരാറായി. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? സഹിഷ്ണുതയോട് എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. കൊണ്ണിയൂര്, ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരുപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തോടായി മാറ്റുവാൻ എൻ്റെ യേശു വരാറായി. ഒറ്റ വാക്യം, ബാക്കി 4 വാക്യം കഴിയുമ്പോൾ അവസാനിപ്പിക്കും. ഇന്ന് രാത്രി കേട്ടോണേ. അടുത്ത വാക്ക്. ഇവിടെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ സന്നിധി ഓർമ്മ വന്നു. നമുക്കിവിടെ 5 വയസ്സിൽ താഴെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളിരിപ്പുണ്ട്. കുഞ്ഞുമോനും ചിന്നുമോനും ഒക്കെ കണ്ടിരിക്കുന്നു. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം കൊടുക്കും. പോളിയോ PSC ടെസ്റ്റ് എന്ന കുഞ്ഞുങ്ങൾ എൻ്റെ പേരോടെ ഒന്ന് ഓർത്താട്ടെ. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരാ ജോൺ ലിറ്റിൽ വാക്സ്. വഴിയിലെങ്കിലും കാണുമ്പോൾ ഒരു ചായ മേടിച്ചു തരണം. സന്തോഷമില്ലല്ലോ സ്വോത്രം. PSCക്ക് വരും ചോദ്യം. ഒരു യഹൂദനായിരുന്നു. അവൻ്റെ പ്രത്യേകത, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് കാലുമടന്തി കിടക്കരുത്. ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാർ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ്, കാട്ടാക്കട പ്രാഥമികാരോഗ്യമന്ത്രി കൂറ്റിച്ചലും, ആര്യനാട്, കവലയിലും വിളിയോടെ വിളി. നാളെ പോളിയോ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക, ഫ്രീ ആയിട്ട് പോളിയോ. അന്നാ ഷീല സിസ്റ്റർ കുഞ്ഞുമായിട്ട് പാറശാല കല്യാണ മണ്ഡപത്തിൽ തിന്നാൻ പോകുന്നത്. കർത്താവിൻ്റെ കുറ്റം പറയരുത് സ്വോത്രം. ആദ്യം നീ കുഞ്ഞിന് പോളിയോ കൊടുക്കണം സ്വോത്രം. അത് കഴിഞ്ഞിട്ട് കല്യാണ മണ്ഡപത്തിൽ പോയി ചിക്കൻ തിന്നാൻ പോയി കഴിഞ്ഞാൽ രോഗം വന്നിട്ട് കുറ്റം പറയരുത് സ്വോത്രം. സൗജന്യ പോളിയോ. അതെന്തിനാ മക്കളെ പോളിയോ? നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് കാല് മുടന്തി കിടക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ് അനുവദിക്കത്തില്ല. അതിന് വരാൻ പോകുന്ന രോഗത്തിന് അഡ്വാൻസ് വാക്സിൻ പോളിയോ. എന്നാൽ ഇന്ന് രാത്രി കൊണ്ണിയൂരും ഉണ്ടപ്പാറി പുളിമൂടും ഒരു പോളിയോ വന്നിട്ടുണ്ട് മനുഷ്യകുലത്തിന്. തിന്മയുടെ ശക്തി, അതിൻ്റെ പേരാ പാപം. പാപത്തിന് ആൻറ്റിബയോട്ടിക് ഉണ്ടോ? പാപത്തിന് RCC ചെന്ന് റേഡിയോ തെറാപ്പി ഉണ്ടോ? അല്ലെ മമൽ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പാപത്തിന് ഇഞ്ചക്ഷൻ ഉണ്ടോ? അവർ പുറത്തു പോകാൻ പറയും. എന്നാൽ 103ാമത് കൺവെൻഷന് കൊണ്ണിയൂർ പട്ടണത്തിനകത്ത് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു വാക്സിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതിൻ്റെ പേരത്രേ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. നിന്റെ സകല പാപമല്ല, സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രി എവിടെങ്കിലും വീതിയിലിരുന്ന് ആരെങ്കിലും നെഞ്ചത്ത് കൈവച്ച് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കൽവാരിയുടെ കൊലക്കളത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആ കുഞ്ഞാടാകുന്ന ക്രിസ്തു പരമയാഗമായെങ്കിൽ അവൻ്റെ ചങ്കില ചോരയാൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ആര് പ്രാർത്ഥിക്കുന്നു? നിന്നെ ചേർക്കാൻ യേശു വരാറായി. ഇനി ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ അവനെ കൈവിടാൻ പോന്നു. ഇതിൻ്റെ പേര് അന്തിമയുദ്ധം. മുൻവാഴ്ച സഹായിച്ചാട്ട് ബൈബിളുള്ളവരെല്ലാം എടുത്താട്ട് യിരെമ്യാ പ്രവചനം 22, 21, 22 വാക്യങ്ങൾ. ഇസ്രായേൽ കൈവിടപ്പെടാൻ പോന്നു. വായിക്കാം. ഇസ്രായേൽ യിരെമ്യാ പ്രവചനം 22, 21, 22 വാക്യങ്ങൾ. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. ഇസ്രായേലിന്റെ നല്ല കാലത്ത് സംസാരിച്ചു. അവൻ കേൾക്കത്തില്ല. ഞാനിപ്പം വന്ന് പേടിച്ചിരിക്കുന്നു. 35,000 പേരെ അവൻ കൊന്നുകളഞ്ഞു. 25,000 അമ്മമാരും കുഞ്ഞുങ്ങളും 25,000. ലോകരാജ്യങ്ങൾ പറഞ്ഞിട്ട് അവൻ കേൾക്കത്തില്ല. നെതന്യാഹു ഒന്നും അനുസരിക്കത്തില്ല. ഇസ്രായേൽ നിലവിളിക്കുന്ന ഒരു കാലം വരാറായി. ദാ കിടക്കുന്നു. അടുത്ത വാക്ക്, നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് അരുളി. ഇസ്രായേലിൽ നീ കേൾക്കത്തില്ല. അടുത്ത വാക്ക്, എൻ്റെ വാക്ക്. വായിച്ചിട്ട് മോനെ. എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിലക്കുള്ള ശീലം അല്ലയോ മക്കളെ. കഴുത അന്വേഷിച്ചു പോയ ശൗൽ അവനെ ഇസ്രായേലിന്റെ രാജാവാക്കി. ദൈവത്തിന്റെ വഴി വിട്ടുപോയി. അവസാനം കിട്ടിയില്ലയോ കുത്ത്? ആദ്യ ദിവസം ഞാൻ പറഞ്ഞില്ലയോ? 2, ഒരുത്തൻ്റെ ഒരു മൊബൈലുമായിട്ട് രാജാവാക്കി ദാവീദ്.
പിന്നെ അവസാനം നാദാം വന്നവനെ രക്ഷപ്പെടുത്തി. മൂന്നാമത്തെ ഒരുവനുണ്ടായിരുന്നു ബിലയാം, ബാലാക്കിന്റെ മോഹക്കാഴ്ച കണ്ട ബിലയാം, അവനും പട്ടുപോയി. കണ്ടോ, നിന്റെ കുഞ്ഞുനാളില് നീ വചനം അനുസരിക്കത്തില്ല, അങ്ങനെയെങ്കിൽ ഇസ്രായേൽ നിലവിളിക്കും ഇതിന്റെ നടുവിൽ. അടുത്ത വാക്ക് വായിച്ചോട്ട് മോനെ. നിന്നെ മേയ്ക്കുന്നവരെ ഒക്കെയും, നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ്. വായിച്ചോട്ട് മോനെ. കൊടുങ്കാറ്റ് മേയ്ക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുക റീത്തേം കത്രീനയാ നല്ല 5 ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ തകർച്ചയുടെ വക്കിൽ. അസംബ്ലി ചോടുകാർ പെൺപിള്ളേരെയൊന്നും അമേരിക്ക കെട്ടിച്ചൊന്നും വായിക്കില്ല, അവിടെയൊക്കെ തീരാറായി. സ്വോത്രം. അതുകൊണ്ട് ഭാഷന്മാരെല്ലാം അമേരിക്ക പാത കാട്ടാക്കട വയ്ക്കുന്നത്, സന്തോഷമില്ലല്ലോ. സ്വോത്രം. അമേരിക്ക തീരാറായി. അത് കഴിഞ്ഞ് കാനഡയിലെ കാര്യം, കത്തിക്കുത്തും മയക്കുമരുന്നും. ഇന്ത്യക്കാർ സർദാക്കന്മാരെ കൊല്ലാൻ ആളെ വിട്ട് ഇന്ത്യയായിട്ടും അവൻ വിരോധം. ബ്രിട്ടന് റഷ്യനൊക്കെ ഞാഞ്ഞൂലുപോലെ കുഴയുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫ്രാൻസിലും തീവ്രവാദ ഭീഷണി. ആകെ ഇച്ചിരി പച്ചപ്പുള്ള സ്ഥലം ഓസ്ട്രേലിയ. സന്തോഷമില്ലല്ലോ. പെൺപിള്ളാരും കരം ഉയരുന്നില്ല. വല്ല OET എങ്ങാനും എഴുതി രക്ഷപ്പെടും മോളെ, 4 ലക്ഷം കിട്ടും. ഇവിടെ കിടന്നിട്ട് ഒരു കാര്യമില്ല. സന്തോഷമില്ലല്ലോ. ആകെ പോകാൻ കൊള്ളാവുന്ന സ്ഥലം. നിങ്ങൾക്ക് വേണ്ടി ആ പ്രസംഗിനെ എപ്പോഴെങ്കിലും എന്നെ ഓർക്കണം കേട്ടോ. 4 ലക്ഷം രൂപ ഇട്ട് OET നേഴ്സുമാർ കിംസിലും എംസിലും പോയ 20,000 ചീത്ത വിളിയാ. സ്വോത്രം. അങ്ങോട്ട് പോകും 4 ലക്ഷം കിട്ടും. സ്വോത്രം. ഇന്ന് രാത്രി കേട്ടോണം, ക്ലിയർ. ഇവർ മാറും. സാമ്പത്തിക മാന്ദ്യം അഥവാ ഇപ്പോൾ പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരായി. പൈസ ഇല്ലെങ്കിൽ പിന്നെ നമ്മളോട് വല്ലവരും കൂടുവോ? ഇല്ല. നിന്റെ സ്നേഹിതന്മാർ അടുത്തത് പ്രവാസത്തിലേക്ക് പോകും. പ്രവാസത്തിലേക്ക്. ഇന്നൊരു വാക്ക്, നമ്മുടെ കൊണ്ണിയൂർ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ സൗദി അറേബ്യ ഐസ്ക്രീം കട നടത്തിക്കൊണ്ടിരുന്നതാണ്. അവനെ അറബി കട ഏറ്റെടുത്തുള്ള ചില്ലറയായിട്ട് നാട്ടി വിട്ടു. അവൻ കാട്ടാക്കട വന്നൊരു വെജിറ്റബിൾ കട തുടങ്ങി. അതിൻ്റെ പേര് പ്രവാസി വെജിറ്റബിൾ. അതിൻ്റെ ഇടയ്ക്ക് കൊണ്ണിയൂരിലൊരു ഇലക്ട്രിക് ആട്ടോ എടുത്ത് പ്രവാസി ആട്ടോ. നമ്മുടെ ബിജുപാസ് ഈ പയ്യനോട് ഒരു ദിവസം ചോദിച്ചു, മോനെ നീ തിരിച്ചു പോന്നില്ലേ? അപ്പോൾ ആട്ടോയും പച്ചക്കറിയും കടയും കാണിച്ചിട്ട് ചോദിച്ചു, പാസ്റ്ററെ കണ്ടില്ലേ പ്രവാസി, എൻ്റെ വെട്ടിയും കടക്കെ എടുത്ത് ഞാൻ പോരുന്നയാന്ന്. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അതിൻ്റെ മലയാളമാ ഇന്നത്തെ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ. ഇവരെല്ലാം സാമ്പത്തിക മാന്ദ്യത്തിൽ തകരുമ്പോൾ ഒരുവൻ എഴുന്നേറ്റ് വരും, റഷ്യ. എല്ലാവരും കേട്ടോണം, എല്ലാവരും കേട്ടോണം. സംഭവിക്കാൻ പോകുന്ന ലോകത്തിലെ കാര്യം. എണ്ണവില, കർത്തൃദാസന്മാർ ക്രിസ്തുവാസം കേട്ടാട്ടെ. എണ്ണവില ഇന്ന് ഡോളറിനകത്താ പോകുന്ന ക്രിസ്തുവാസ്പാസ്റ്ററായി. സാമ്പത്തിക മാന്ദ്യം ഉണ്ടായാൽ, എണ്ണവില ഡോളറിൽ നിന്ന് മാറിയാൽ അമേരിക്ക സീറോ. കരം ഉയർത്തിക്കോ. സ്വോത്രം. അതുകൊണ്ട് സൗദി അറേബ്യ ചൈനയും റഷ്യയും ചേർത്ത് പിടിക്കുന്നു. എണ്ണവില റഷ്യയുടെ റൂബിളിലോ ചൈനയുടെ കറൻസിയിലോ ആയാൽ അമേരിക്ക ഇന്ന് തന്നെ കടം. ലൈവ് കേൾക്കട്ടെ മോനെ, ഇത് ലൈവ് എല്ലാവർക്കും കൂടെ. സജു ജാത്തന്നെ ഒരു പറയും 32 ഇട്ടിട്ട് 12 ഇട്ടാൽ അത്രയും കടമാണ്. $32 ട്രില്യൺ കടത്തിൽ അമേരിക്ക പോകുന്നത്. ഒരു കാലത്ത് നമ്മുടെ 2000-ന്റെ നോട്ട് പല വീട്ടിൽ കത്തിച്ചതുപോലെ എണ്ണവില മാറിയാൽ അമേരിക്കൻ ഡോളറിന് പുല്ലുവില, ഫിയറ്റ് കറൻസി. സ്വോത്രം. പിന്നെ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കാൻ വരുമോ? ഇല്ല. ഇനി അടുത്ത ഒരു സംഭവം, ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. നിങ്ങൾക്ക് വേണ്ടിയാ മക്കളെ വെള്ളം കുടിക്കാൻ പ്രസംഗിച്ചത് കേട്ടോ. ഇന്ന് യുണൈറ്റഡ് നേഷൻസിനകത്ത് 5 രാഷ്ട്രങ്ങൾക്ക് വോട്ടവകാശം. 1 അമേരിക്ക, UN സെക്യൂരിറ്റി കൗൺസിൽ. 2 ബ്രിട്ടൻ. 3 ഫ്രാൻസ്. പിന്നെ 2 രാജ്യങ്ങൾ റഷ്യ, ചൈന. ഇവർ ഇസ്ലാമിക രാജ്യങ്ങളോടാണ്. ഇസ്രായേലിനെതിരെ ഉപരോധം കൊണ്ടുവരാൻ പറയുമ്പോൾ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും പറയും, അവിടെ നില്ല്, ഞങ്ങൾക്ക് ആ ഭൂരിപക്ഷം നിങ്ങൾ അവിടെ വയ്ക്കാൻ പറയും. സ്വോത്രം. പക്ഷേ അമേരിക്കയും ഈ ബ്രിട്ടനുമൊക്കെ മാറിയാൽ, വേറെ രാജ്യങ്ങൾ വന്നാൽ ജെറുസലേം ഒരു അന്താരാഷ്ട്ര വിഷയമായി മാറും. സെക്കരിയ 12:2-3 അന്തിയോർക്കോണത്ത് പ്രസംഗിക്കാം. അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലായി ഞാൻ വെക്കും. അതിനെതിരെ അറബ് ലീഗും റഷ്യയും ചൈനയും വരും. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. കരമുയർത്തിയാട്ടെ. ഇതിൻ്റെ പേരാ 3ാം ലോക മഹായുദ്ധം. ഇന്ന് രാത്രി നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിൽ പോകും. ഇന്ന് ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുക ബെഞ്ചമിൻ നെതന്യാഹു. യവൻ കരയാൻ പോകുന്നു. വായിച്ചാട്ട് മോനെ അടുത്ത വാക്കുകൂടെ വായിച്ചോ. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടത നിമിത്തം ഇന്നത്തെ തേകഞ്ഞു നിൽക്കുന്ന ഇസ്രായേൽ നിലവിളിക്കും. വായിച്ചാട്ടെ. ലജ്ജിച്ച് അമ്പരന്ന് പോകും. കിടക്കുന്ന നീ കരയാൻ പോവുക. സ്വോത്രം. ഇസ്രായേൽ. 2 വാക്യം കൂടെ വായിക്കുമ്പോൾ അവസാനിപ്പിക്കും. അങ്ങനെയെങ്കിൽ ഒരു സൈന്യം ഇസ്രായേലിന് നേരെ വരാറായി.
വായിക്കാം. എസെക്കിയേൽ പ്രവചനം 38, 15, 16. നല്ല പഠനത്തോടു കൂടിയേ നിങ്ങൾ പോകാവൂ. അതിനുവേണ്ടി ഇത്ര കണ്ണിങ്ങായിട്ട് മോനെ കൊണ്ട് വായിപ്പിക്കുന്നത്. എസെക്കിയേൽ 38, 15, 16. നീയും നിന്നോട് കൂടെ റഷ്യയും നിന്റെ കൂടെ. അടുത്തത് പല ജാതികളും 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ചൈന, OIC മീറ്റ്. അടുത്തത് ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. സിറിയയിൽ നിന്ന് വരും. ഗോഗെ റഷ്യയെ. വായിച്ചിട്ട് അടുത്ത വാക്ക്. ദേശത്തെ മറക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. കരമുയർത്തിയാട്ട എന്റെ ജനമായ ഇസ്രായേലിന് നേരെ വരും. റഷ്യ അടക്കം മേഘം. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. അവസാന ഭാഗം മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. മേഘം എന്ന് പറഞ്ഞാല് കാർമേഘം, മിന്നലുള്ള മേഘമല്ല. നമ്മുടെ ശംഖുമുഖ തേർ ഷോ ഉണ്ടായിരുന്നു. അവിടെ നാവികസേനയുടെ വ്യോമസേനയുടെ വിമാനം വരും. എയർ ഇന്ത്യയുടെ വെള്ളയും ചുമപ്പും, എമിറേറ്റ്സിന്റെ പച്ചയും ചുമപ്പും ഒക്കെ വരും. അല്ലെ ഇൻഡിഗോയുടെ നീല വരും. അതുപോലുള്ള കളറല്ല നാവികസേനയുടെ വിമാനത്തിന്റെ കളർ. ചാരക്കളർ. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഇവിടുത്തെ ചെറുപ്പക്കാർ കേൾക്കണം. വിമാനം എന്നാ കണ്ടുപിടിച്ച് ഇതും PSCക്ക് വരും. 1903 റൈറ്റ് സഹോദരന്മാർ അമേരിക്കയിൽ ഇർബിയിലും ഓർബിയിലും വിമാനം കണ്ടുപിടിച്ചത്. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് എഴുതി റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് യുദ്ധവിമാനങ്ങൾ. കരമുയർത്തുന്നവർക്കായി യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? എന്താ പ്രവചനം? സ്വോത്രം. ഇതൊക്കെ കേട്ടിട്ടാ കേരളത്തിലെ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി ആദരണീയന ഉമ്മൻചാണ്ടി സാറിൻ്റെ പെങ്ങള അവരുടെ വീട്ടുമുറ്റത്ത് വെച്ച് സജുജാതനെ കൊണ്ട് വിളിച്ച് പ്രസംഗിപ്പിച്ചത്. അന്നാ ഈ മറുനാടനും കൊലനാടനും പറഞ്ഞ് ഞാൻ അവനെ പെന്തിക്കോസിൽ കൊണ്ടുപോകാൻ പോകുന്നു. സ്വോത്രം. എൻ്റെ ജോലി അവരെ പെന്തിക്കോസിലല്ല, അവരുടെ അടുത്ത് എല്ലാ സുവിശേഷം പറഞ്ഞു. നാട്ടുകാർ കേൾക്കട്ടെ, ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കേൾക്കട്ടെ. ഉമ്മൻചാണ്ടി സാർ ബെർലിനിൽ പോയപ്പോൾ ഇവിടുത്തെ പട്ടക്കാരും എത്രമാരും അല്ല, സജുജാത്തന്നൂർ ആ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. ചാണ്ടി ഉമ്മൻ പറഞ്ഞു വേറെ ആരും പ്രാർത്ഥിക്കേണ്ടത്. സ്വോത്രം. ഏഷ്യാനെറ്റിനകത്ത് ഉമ്മൻചാണ്ടി സാർ നിര്യാതനാകുന്ന പകരം 1:30 ഏഷ്യാനെറ്റ് വരുന്നതിന് മുമ്പ് 12:55 നെയ്യാറ്റിക്കര കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ ചാണ്ടി എന്നെ വിളിച്ചു പറഞ്ഞു ഇനി പ്രാർത്ഥിക്കേണ്ട, അപ്പച്ചൻ നിത്യസന്നിധിയിൽ എടുക്കപ്പെട്ടെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അവർക്കൊക്കെ അറിയാം കാലം തീരാറായെന്ന്. സന്തോഷമില്ല. സ്വോത്രം. നമ്മളിവിടെ മയങ്ങിയിരുന്നു. സ്വോത്രം. ഇതെല്ലാം ബൈബിളിനകത്തുണ്ട്. ഇതാ ബൈബിളിൻ്റെ പ്രവചനം, ഇതാ ബൈബിളിൻ്റെ നിസ്തുല്യത, ബൈബിളിൻ്റെ നൈർമല്യത. ഇതാ മക്കള്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഓരോ ദിവസം ആവേശം, ചങ്ക് കയറി പ്രസംഗിക്കാൻ. സ്വോത്രം. ഇതിൻ്റെ നൈർമല്യത എത്ര ക്ലിയർ. പണ്ട് വിചാരിക്കും ഇതങ്ങാണ് നടക്കുന്ന കാര്യം. ഇന്ന് രാത്രി നിങ്ങൾ കേട്ടോണം. റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു സമൂഹം ഇസ്രയേലിനെതിരെ വരും. ആരാ ഇസ്രയേൽ? എല്ലാവരും കേൾക്കണം. 22,160 കിലോമീറ്റർ. ചെറുപ്പക്കാര് 6 ഡിസ്ട്രിക്റ്റേ ഉള്ളൂ ഇസ്രയേൽ. അതിൻ്റെ 6 ഡിസ്ട്രിക്റ്റ്: ടെൽ-അവീവ്, ജെറുസലേം, ഹൈഫ, യാഫ, അത് കഴിഞ്ഞ് ദിമോണ, അടുത്തത് അഷ്കലോൻ. ഈ 6 ഡിസ്ട്രിക്റ്റാണ് ഉള്ളത്. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ. 1 കോടി ജനം. 57 ഇസ്ലാമിക രാഷ്ട്രം. അത് കഴിഞ്ഞിട്ട് റഷ്യ, ചൈന. ഇവർ വന്നാൽ ഇസ്രയേൽ എന്ത് ചെയ്യും? ഇന്ത്യയിൽ നിന്നൊരു വിമാനം ടെൽ-അവീവ് 6 മണിക്കൂർ, അമേരിക്കയിൽ നിന്ന് 9 മണിക്കൂർ. ഒറ്റ വിമാനം വരാൻ പറ്റത്തില്ല. 2000 ഫൈറ്ററാ റഷ്യക്കുള്ളത്, 400 യുദ്ധക്കപ്പൽ. ചൈനയ്ക്കും അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഇസ്രയേലിനോട് ചേർന്ന് ഏശാവിൻ്റെ മക്കളാ കിടക്കുന്ന ജോർദാൻ, ലിബിയ, സിറിയ, ഇറാൻ. ഇതെല്ലാം കിടക്കുക. യവന്മാരെല്ലാം കൂടെ ഒറ്റ രാത്രി കയറും ഇസ്രയേലിൻ്റെ മണ്ടയ്ക്ക്. അവൻ അനങ്ങാൻ പറ്റത്തില്ല. അയണ്ടോമും പൊങ്ങത്തില്ല. അന്നൊരു സംഭവം നടക്കാൻ പോന്നു. എന്റെ ജനമായി ഇസ്രയേലിന് നേരെ നീ വരും. ഗോഗേ. അടുത്ത വാക്കൂടെ മോൻ വായിച്ചാട്ട്. ഗോഗേ. റഷ്യയെ. അന്ത്യകാലത്ത് ജാതികൾ കാണുകേ. അന്ത്യകാലത്ത് ജാതികൾ കാണുകേ. ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശദീകരിക്കുമ്പോൾ സത്യദൈവമുണ്ടെന്ന് ലോകമറിയുന്നതിന് എന്റെ ജനമായി ഇസ്രയേൽ. വായിച്ചാട്ട് മോനെ. എന്നെ തന്നെ നിങ്ങൾ വിശദീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന് നേരെ വരുത്തും. എന്റെ ദേശം ഇസ്രായേലിലേക്ക് വരുത്തും. റഷ്യയുടെ നേതൃത്വത്തിൽ വരും. 2 വാക്യം. ഈ തലമുറ ഒരു സംഭവം നടക്കാൻ പോന്നു. അതിനുമ്പ് കൊണ്ണിയൂരിന്ന് ദൈവസഭ എടുക്കപ്പെടും. വായിക്കാം. സെക്കരിയ പ്രവചനം 12:9-10. അന്നാളിൽ ഞാൻ യെരുശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെ നശിപ്പിപ്പാൻ നോക്കും. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തു. കരമുയർത്തിയാട്ട് മക്കളെ. യേശു പറഞ്ഞതാ. അതുകൊണ്ടാ പറഞ്ഞ ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാൻ
എനിക്ക് മനസ്സായിരുന്നു അന്ത്യകാല പ്രസംഗം. ഇന്ന് രാത്രി മനസാന്തരപ്പെട്ടോണം. അവർ മുഴുവൻ ഇസ്രയേലിന്റെ നേരെ വരും. അവൻ അനങ്ങാൻ പറ്റത്തില്ല. അന്നൊരു സംഭവം നടക്കും. അതിനു മുമ്പ് ദൈവസഭ. അടുത്ത വാക്ക് മുൻപ് വായിച്ചാട്ടെ. ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും. ഇന്ന് നഗളിക്കുന്ന യഹൂദൻ കരയും മക്കളെ, കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. അതാ എന്റെ പ്രസംഗം. ഇതിനു വേണ്ടി എത്ര ഞാൻ കറങ്ങി വന്നത്. അടുത്ത വാക്ക് എല്ലാവരും ബൈബിൾ വായിച്ചോണം. അന്ത്യകാല സംഭവം. അടുത്ത അവർ വായിച്ചട്ടെ. തങ്ങൾ കുത്തിയിട്ടുള്ളതിലേക്ക് അവർ നോക്കും. ഏകജാതനെ ഇന്നത്തെ ഇറാൻ പ്രശ്നമുണ്ട്. ആരാ? യഹൂദൻ. നിലവിളി കേൾക്കാം. പഴയ നിയമത്തിൽ ഒരു വിമോചകൻ ഉണ്ടായിരുന്നു. ശൗരിമാർ ശ്രേഷ്ഠന്മാർ കേട്ടാരെ. മോശ ജനിക്കുന്നതിന് മുമ്പ് കൽപ്പന, അബ്രായ കുടുംബത്തിലെ ആൺകുഞ്ഞുങ്ങളെ വെള്ളത്തിലെറിഞ്ഞ് കൊല്ലാൻ 3 മാസം വരെ അമ്മയും പെങ്ങളും മോശയെ വളർത്തി. കേൾക്കണോ? 3 മാസം കഴിഞ്ഞാൽ പട്ടാളക്കാർ വരും, കുഞ്ഞിനെ പിടിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? കുഞ്ഞിന് പാലൊക്കെ കൊടുത്ത് ഞാങ്ങണ പെട്ടകത്തിനകത്ത് ഈ കുഞ്ഞിനെ നൈൽ നദിയിൽ ഒഴുക്കി വിട്ടു. അമ്മയും പെങ്ങളും അവിടെ നിന്ന് കരയുവാൻ തുടങ്ങി. കുഞ്ഞുറങ്ങിയ കുഞ്ഞ് തിരമാലയിൽ പെട്ടകം ചലിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ കണ്ണുനീർ സ്വർഗം കണ്ടു. കുഞ്ഞും ലാളാ വിളിച്ചു. എവിടെ ഇറങ്ങി? വാട്സപ്പ് അല്ല, മെസ്സേജ് അല്ല. ആരവനെതിരെ കൽപ്പന എഴുതിയോ പറവോന്റെ കൊട്ടാരത്തിനകത്ത് ദൈവകരമിറങ്ങി. കരമുയർത്തുന്നവർക്കായി പറവോന്റെ പുത്രരോട് സ്വർഗം പറഞ്ഞു, ചെല്ലുക. എന്താ? നൈൽ നദിയിൽ നിന്ന് പെട്ടകത്തെ ചുമക്കുക. ഇന്ന് രാത്രി 103ാമത് കൺവെൻഷനകത്ത് പറയണം, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. കരമുയർത്തുന്നവർക്കായി വാഗ്ദത്തമുള്ളവൻ നൈൽ നദിക്കകത്ത് മരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി പറ, നിന്നെ പറ്റി ഒരു ദർശനമുണ്ടെങ്കിൽ, നിന്റെ ശുശ്രൂഷയെ പറ്റി ഒരു ദർശനമുണ്ടെങ്കിൽ, ഏതൊക്കെ പെട്ടകമാടി ഉലഞ്ഞാലും പിന്നത്തതിൽ ചെങ്കടൽ വിഭജിക്കുവാൻ അഭിഷേകത്തിന്റെ ചുള്ളി വടി കരങ്ങളിലെത്തേണ്ട മോശ നൈൽ നദിയിൽ തീരാ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇതാ ദൈവകരം. ഇന്ന് രാത്രി കാട്ടാക്കടക്കാരെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ കള്ളിക്കാട് വരുമോ മണ്ഡപത്തിന് കടവ് കുളിക്കാൻ? ധനമന്ത്രി നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മക്കൾ വരുമോ? മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മക്കൾ ദാണ്ട് ഇവിടെ പന്തയിലും ആടുപള്ളിയിലും കുളിക്കാൻ വരുമോ? പക്ഷെ വാഗ്ദത്തമുള്ളവർ വെള്ളത്തിനകത്ത് കിടന്നാൽ അവനെ വലിച്ചെടുക്കുക. ഇന്ന് രാത്രി കൊട്ടാരത്തിനകത്തിരിക്കുന്ന ഹല്ലേലൂയ പറവോന്റെ പുത്രയച്ചെങ്കിൽ ദൈവം അനുകൂലമെങ്കിൽ ശംദരാധികജാന പൗഡാരവ ശംദുരെ. ഇന്ന് രാത്രി കാട്ടാക്കടയിൽ പറയണം, കൊണ്ണിയൂരിൽ പറയണം, വാഗ്ദത്തമുള്ള സന്തതിയെ തകർക്കുക ഒരു പറവോന്റെ അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. വാഗ്ദത്തമുള്ള തലമുറയെ തകർക്കുക ഒരു നൈൽ നദിക്കും കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുക ഒരു രാജാവിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുക ഒരു സൈന്യാധിപന് കഴിയത്തില്ല. ഞാൻ കരഞ്ഞൊരു ഭാഗമുണ്ട്. ഇവിടെ സൗകര്യമാരുണ്ട്, അച്ഛന്മാരുണ്ട്. സ്വന്തം അമ്മ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തിട്ട് ശമ്പളം മേടിച്ചത് ഞങ്ങളുടെ ബൈബിളിനകത്ത്. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. ദൈവം അനുകൂലമെങ്കിൽ, അങ്ങനെയെങ്കിൽ കണ്ണുനീര് മാനിക്കുന്ന ഒരു ദൈവമുണ്ടോ? ഇവിടെ മമലും ഉണ്ട്, നെയ്യാറും ഉണ്ട്. ഞാനിതിലെല്ലാം പോകുന്ന ആളാണ്, എനിക്ക് നല്ലോണം അറിയാം. ഇവിടെ കാട്ടാക്കട DDRC ഉണ്ട്, മെട്രോ ലാബും ഉണ്ട്. അമ്മാമേ, എവിടെങ്കിലും കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇന്ന് മനുഷ്യൻ്റെ കയ്യെ നേഴ്സിംഗ് സ്റ്റുഡൻസ് MBBS മോർ പേഴ്സൺസ് ആർ സിറ്റിംഗ് ദിസ് കൺവെൻഷൻ. അവർക്കറിയാം നഖം വരെ ടെസ്റ്റ് ചെയ്യും, മുടി ടെസ്റ്റ് ചെയ്തിട്ടാണ് യഹോവ സാക്ഷികളുടെ മരണത്തിന് അമ്മച്ചിയുടെ DNA പിടിച്ചത്. സ്വോത്രം. പക്ഷെ കാട്ടാക്കടയിലോ തിരുവനന്തപുരത്തോ ഒരു ലാബിലെങ്കിലും കണ്ണുനീര് ടെസ്റ്റ് ചെയ്തെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല അമ്മച്ചി. എന്നാൽ അങ്ങനെ ഒരു ലാബ് ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിലുണ്ട്. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകരിയിൽ. കരമുയർത്തുന്നവർക്കായി എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന്. ആഴ്ചയിൽ 7 ദിവസം 24 മണിക്കൂർ വർഷത്തിൽ 365 ദിവസം പ്രവർത്തിക്കുന്ന ഒരു ലാബ്. അതിന് ലോക്ക്ഡൗണും ഇല്ല, ക്വാറന്റൈനുമില്ല. അതിൻ്റെ പേര് ബഹുമാന്യനാചാര്യനായി വാനിലവൻ വാഴുകയാൽ.
ചങ്കിലകത്തോട്ട് ചെല്ലട്ട് വചനം സ്വോത്രം. ഇതൊക്കെയാ ആ മോശക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട സ്വർഗം ഇസ്രായേലിന്റെ പാളയത്തിലെ കരച്ചിൽ കേൾക്കും. അന്നൊരു സംഭവം സംഭവിക്കും, അവസാനിപ്പിക്കാൻ പോകുന്നു. അന്ന് അവന്റെ കാൽ, എല്ലാവരും കേട്ടോണം, സെക്കരിയ പ്രവചനം 14:4-5. ബാക്കി പേഴുമൂടോ അന്തിയൂർക്കോണോ വരുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ. ഇന്നലെ നമ്മുടെ വിജുപാസ് കേൾക്കണം, ഇവിടെ കൺവെൻഷൻ കേൾക്കാൻ ഇവാഞ്ചലിക്കൽ ചർച്ചിലെ വിശ്വാസികൾ വന്ന് ECIക്കാർ പേഴുമൂടുന്നു. ഇന്ന് അവിടുത്തെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 3 ദിവസം എങ്ങനെ ഡേറ്റ് തരണമെന്ന്. സന്തോഷമില്ലല്ലോ. നമുക്ക് AGക്കാർക്ക് സന്തോഷമില്ല. സ്വോത്രം. നിങ്ങളുടെ കൺവെൻഷൻ്റെ ബോർഡ് കണ്ടിട്ട് പേഴുമൂട്ടിന് ഇവാഞ്ചലിക്കൽ ചർച്ചുകാർ വന്നിട്ട് അവിടെ ചെന്നിട്ട് അച്ഛനോട് വിളിച്ചു പറഞ്ഞു എങ്ങനെയെങ്കിലും പാസ്റ്റർ വിളിച്ചൊരു 3 ദിവസം പ്രസംഗിക്കണം. പെന്തിക്കോസുകാരെ മടങ്ങി വാ. സ്വോത്രം. പട്ടക്കാരും ECIക്കാരനും ഇവാഞ്ചലിക്കാരനും CSIക്കാരനും ഒക്കെ കേട്ടോണ്ടിരിക്കുക. എപ്പോൾ അവൻ കലക്കവെള്ളത്തിൽ ചാടും അന്ന് കാകളവും കേൾക്കും. മിണ്ടുന്നില്ല. മുമ്പന്മാർ പിമ്പന്മാർ. ഞാൻ കൊടുത്തില്ല. ഇന്ന് ഞാനിവിടെ അച്ഛൻ്റെ വീട്ടിൽ നിന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ് നാളെയെങ്കിലും 3 ദിവസം തരണമെന്ന്. ഞാൻ പറഞ്ഞു നോക്കട്ടെ ഒന്ന്. സ്വോത്രം. കണ്ടില്ലേ, നമുക്ക് വേണ്ട കർത്താവിൻ്റെ വരവ് അവർക്ക് കേൾക്കണമെന്ന്. സ്വോത്രം. ഇവാഞ്ചലിക്കൽക്കാർ സ്വോത്രം. ECI പേഴുമോട് കേട്ടോണം. അവർ ഇന്നലെ ഇവിടെ കേൾക്കാൻ വന്ന് ചെറുപ്പക്കാർ ഒരു സന്തോഷം കൊണ്ട് പറയാം 3 ദിവസം അവർ പള്ളിമറ്റത്ത് യോഗം നടത്തട്ടെന്ന്. സ്വോത്രം. നാട്ടുകാർ കേൾക്കട്ടെന്ന്. ഇന്ന് രാത്രി അന്നാളിൽ ഒരു സംഭവം സംഭവിക്കാൻ പോകുന്നു. അതിനു മുമ്പ് ദൈവസഭ മോനെന്ന് വായിച്ച് സഹായിച്ചാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ തയ്യാറാക്കിയ സെക്കരിയ 14:4-5. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. നടുവേ പിളരും. നിർത്താൻ പോവാ. എല്ലാവരും കേൾക്കണം. 2009 കർത്താവിന്റെ വരവ്. അന്ന് ഒരു സംഭവം നടന്നു. എല്ലാവരും കേൾക്കണം. 2009 ഇന്ന് ഇസ്രായേലിൽ ഒലിവുമലയിൽ ഒരു റിസോർട്ടുള്ള 7 ആർച്ച്. 2009 ഹിൽട്ടൺ ഷെറാട്ടൺ ഇസ്രായേലിനെ സമീപിച്ചു. ഒരു എന്ത് തുടങ്ങാൻ റിസോർട്ട്. നമ്മുടെ കാട്ടാക്കട വീട് വെക്കാൻ ആശാരിയും JCB. തിരുവനന്തപുരത്ത് വെക്കണേ പൈലിങ് നടത്തണം, വലിയ ബിൽഡിങ്. അവർ കുഴിച്ചു ഭൂമിയുടെ അടിയിൽ. അന്ന് കണ്ട ഒരു കാഴ്ച ഇന്ന് കൊണ്ണിയൂരിനോട് പറയാം. ഒലിവുമലയുടെ അടിവാരം പിളർന്നിരിക്കുക. അവർ പറഞ്ഞു ഇവിടെ റിസോർട്ടൊന്നും വെക്കാൻ പറ്റിയല്ല. പിന്നെ ഇസ്രായേൽ ഭയങ്കര ബുദ്ധിയുള്ളതാ. അവർ എൻഡോസ്കോപ്പി വായ്ക്കകത്ത് ടെസ്റ്റ് നടത്തുന്ന പോലെ ഒരു ക്യാമറ താഴോട്ടിട്ട് ക്യാമറയിൽ ശബ്ദവും മുരൾച്ചയും ക്യാമറയും വലിച്ച് അവർ സ്ഥലം വിട്ടു. ഹിൽട്ടണും ഷെറാട്ടണും. അത് ചെയ്ത കൺസൾട്ടൻസിന്റെ പേരാ ഹാൽക്കറോ. അവർ പറഞ്ഞു ഇവിടെ ഇനി ഒന്നും നടക്കത്തില്ല, ഇപ്പോഴേ അടി വിള്ളൽ. ക്യാമറയെ കൂടെ എന്തോ ചെയ്തെന്നറിയാമോ? മുരളുന്ന സൗണ്ട്. 103ാമത് വർഷം ഇരിക്കുന്ന കൊണ്ണിയൂര് അവന്റെ കാൽ ചവിട്ടുമ്പോൾ ഒലിവുമല പിളരാൻ അടിയിൽ മുരൾച്ച തുടങ്ങിയെങ്കിൽ പെന്തിക്കോസുകാര് അന്യഭാഷയും ഹല്ലേലൂയയും നീ തുടങ്ങിയിട്ടുണ്ടോ? കരമുയരുന്നില്ലല്ലോ. മടങ്ങി വാ. ഏതിൽ നീ വീണിരിക്കുന്നുവോ അനുതപിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നില്ലെങ്കിൽ നിനയാത്ത നാഴികയിൽ ഞാൻ വരികയും നിന്റെ നിലവിളക്ക് നിന്ന രീതിയിൽ കെടുത്തിക്കളയും. ആത്മാവ് സഭകളോട് പറയുന്നത് ഈ രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതിന്റെ പേരാ സുവിശേഷ പ്രസംഗം. സ്വോത്രം. ഇന്ന് രാത്രി നീ ഏറ്റെടുത്തോ. നമ്മുടെ കർത്താവ് വരാറായി. ഇനി കാട്ടാക്കടക്കാരും കൊണ്ണിയൂരാരും കേട്ടെന്ന് പറയരുത്. അതുകൊണ്ടായിരിക്കും കൃപയാൽ ഇന്നതിൽ ലൈവും കൊടുത്തിരിക്കുന്നത്. കേൾക്കട്ടെ വീട്ടിലിരിക്കുന്ന ഒരു സ്വോത്രം. അന്ന് അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി പിളരും. 6000 കിലോമീറ്റർ ഭൂമി പിളരും. വായിക്കാൻ മോനെ. നിർത്താം. 6000 കിലോമീറ്റർ ഭൂമി. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. അതിന്റെ പേരാ റിഫ്റ്റ് വാലി. സയൻസ് പറയാൻ സമയമില്ല. റിഫ്റ്റ് വാലി. അന്ന് എവിടം തൊട്ട് എവിടം വരെ വായിച്ചാട്ട് മോനെ. മലയുടെ ഒരു പാതി വടക്കോട്ടും ഇറാഖ് വടക്ക് ഇറാഖ്. അടുത്തത് മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. മറ്റേ പാതി എവിടം വരെ മല നീങ്ങും? 6000 കിലോമീറ്റർ ഭൂമി നെടുകെ പിളരും. അടുത്ത വാക്ക്. എന്നാൽ മലകളുടെ താഴ്വര സൗത്ത് ആഫ്രിക്കയിലെ മൊസാംബിക്കായി മോൻ വായിക്കുന്നത് ബൈബിളും ചരിത്രവും. ആസൽ വരെ എത്തുന്നത് കൊണ്ട് 6000 കിലോമീറ്റർ അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ പിളരും. ഇറാഖ് മുതൽ സൗത്ത് ആഫ്രിക്ക 6000 കിലോമീറ്റർ. എൻ്റെ ബൈബിൾ പ്രവചനം ഇവിടെ നിർത്താൻ പോവാം. 4 സംഭവം. 1, യഹൂദന്റെ നേരെ വിമാനം കയറി വരും. 2, ഇസ്രായേൽ ഗോത്രം നിലവിളിക്കും. 3, നാഥന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. 4, 6000 കിലോമീറ്റർ ഒലിവുമല പിളരും. ഒരു വലിയ ഭൂകമ്പം അന്നാളിൽ ഉണ്ടാകും ഇസ്രായേൽ ദേശത്ത്. ആ ഭൂകമ്പം അവിടെ മുഴങ്ങുന്നതിന് മുമ്പ് കൊണ്ണിയൂരിൽ ഒരു ശബ്ദം മുഴങ്ങും. കരമുയർത്താം. കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം
അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. 103ാമത് കൺവെൻഷൻ. കൊണ്ണിയൂരിലെ മക്കളെ കര ഒന്നുകൂടെ ഉയർത്തിയാട്ട് ഒരു വാക്ക് പറ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നു. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു. യേശു ക്രിസ്തു രാജാതി രാജാവായി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഓരേ മക്കളെ ചങ്ക് കീറിയ പ്രസംഗിക്കുന്നു, ശ്വാസവും മുട്ടുന്നു. ഇത്രയും സത്യവചനം കേട്ട് കൈവിടപ്പെട്ടു പോരുത്. ഒരു ഭാഗവും കൂടെ പറഞ്ഞ് കുഞ്ഞുങ്ങളുമായിട്ട് പാടുക. സ്വോത്രം. ടൈറ്റാനിക് കപ്പൽ കേട്ടോണം. ടൈറ്റാനിക് കപ്പലിൻ്റെ പ്രത്യേകത 1910 ഏപ്രിൽ മാസത്തിലാണ് യാത്ര ചെയ്ത്. 50,000 ഹോഴ്സ് പവർ. മഞ്ഞുമല അവഗണിച്ചു. അതല്ല എൻ്റെ പ്രസംഗം. ടൈറ്റാനിക് കടലിൽ പോയി. എല്ലാവരും കേൾക്കണം. ഈ ദിവസങ്ങളിൽ ടൈറ്റാനിക്കിനെ അന്വേഷിച്ച് 4 ധനവാന്മാർ പോയി. കാനഡക്കാരൻ, ദുബായ്ക്കാരൻ, അത് കഴിഞ്ഞ് പാകിസ്ഥാൻകാരൻ. അവരൊരു പേടകത്തിലാണ് പോയ ഓഷ്യൻ ടൈറ്റാനിക്. ആ പേടകം എവിടെ ചെന്നു? അറ്റ്ലാന്റിക് ചെന്നു. മർദ്ദം കൊണ്ട് അത് തകർന്നു പോയി. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും മരണത്തോടു കൂടി ഒന്നും കൊണ്ടുപോകത്തില്ല. ഒരു പത്രവാർത്ത. 2 അമ്മമാരെല്ലാം കേൾക്കണം. ഒരമ്മ 4 കുഞ്ഞുങ്ങൾ. 1 14 വയസ്സ് മോൾ, 2 11 വയസ്സ് മോൾ, 3 9 വയസ്സ് മോൾ, 4 9 മാസം പ്രായമുള്ളൊരു കുഞ്ഞ്. അപ്പനെ തിരക്കി പോവുക. ഒരു കൊച്ചു വിമാനം. പൈലറ്റ്. കൊളംബിയൻ കാടുകൾ, ആമസോൺ. അവിടെ എന്ത് സംഭവിച്ചു? രാത്രി വിമാനം തകർന്നു, തെറിച്ചു. 4 കുഞ്ഞുങ്ങൾ 4 അമ്മ മരിച്ചു, പൈലറ്റ് മരിച്ചു. ഒരു കാട്ടുമൂപ്പൻ ഇവിടുന്ന് ഓടി വന്ന് പുള്ളി മരിച്ചുപോയി. ഇട്ട ഡ്രസ്സ് മാത്രമുണ്ട് എല്ലാ പത്രത്തിലും. 4 കുഞ്ഞുങ്ങൾ 40 ദിവസം വനാന്തരത്തിനകത്ത്. വായിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാം കണ്ട് 40ാം ദിവസം ഈ വനാന്തരത്തിൽ നടക്കുമ്പോൾ പട്ടാളക്കാർ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടു. ആംബുലൻസ് കയറ്റി. അതുവരെ മനോരമയിൽ കാണും, അല്ല ഏഷ്യാനെറ്റ്. ആ കുഞ്ഞുങ്ങളെ മിലിറ്ററി ആശുപത്രി കൊണ്ടുപോയി. 4 കിടക്ക. 14 കാരി, 11 കാരി, 9 കാരി, 9 മാസമുള്ള കുഞ്ഞ്. അവിടെ ഒരു സംഭവം നടന്നു. അവിടെ BBC-യുടെ ഒരു ലേഖിക വന്ന് കേൾക്കണം. ഇന്ന് രാത്രി പട്ടാളക്കാരോട് പറഞ്ഞാൽ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ അകത്ത് കയറി. ആ കുഞ്ഞിൻ്റെ മൂത്ത കുഞ്ഞിനോട് ഈ കുഞ്ഞ് ചോദിച്ചു, ലാസ്റ്റ് 14 days simultaneous snake in this forest. ഭയങ്കര പാമ്പ്. ഈവനിങ് ഹെവൻലി റെയിൻ വാൾസ്. വലിയ പെരുമഴ. ആരാ നിങ്ങൾ 40 ദിവസം വഴി നടത്തിയത്? ആ കുഞ്ഞ് കരമുയർത്തിയിട്ട് പറഞ്ഞു, ഐ ഡോണ്ട് നോ മാം. ആൻ അൺസീൻ പവർ റൂട്ടഡ് എവരിതിങ്. ഒരദർശ ശക്തി 4 ഞങ്ങളെ കുഞ്ഞുങ്ങളെ കരം പിടിച്ച് നടത്തി. കരമുയർത്തുന്നവർക്കായി ലോകത്തിലെ ധനവാന്മാർ ടൈറ്റാനിക്കിനകത്ത് വീണപ്പോൾ 4 കുഞ്ഞുങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ ആ കാടുകളിനകത്ത് ഒരു കരമിറങ്ങിയെങ്കിൽ ഈ രാത്രി പറ, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾ കഥതിൻ്റെ ആഹാരം, വയലിലെ ചെടിക്ക് പ്രകാശം. എൻ്റെ യേശു വരാറായി. നിർത്താം. കൊണ്ണിയുടെ പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. ലേവ്യരുടെ യാഗം. എന്താ അതിൻ്റെ പ്രത്യേകത? പ്രാവിൻ്റെ കാലുകൾ കൂട്ടിമുട്ടി കെട്ടിയിരിക്കുക. എല്ലാവരും കേൾക്കണം. നിർത്താം. അതിൽ മേധസ്സുള്ള പ്രാവിൻ്റെ കഴുത്ത് മഹാപുരോഹിതൻ അറക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? രക്തം ചീറ്റിത്തെറിക്കും. കഴുത്ത് താഴെ വക്കത്തിൽ അറുത്തിഞ്ഞെടുക്കും. അത് യാഗപീഠത്തിൽ തളിക്കും. ഈ മറ്റേ പ്രാവ് അത് കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ചില നിമിഷങ്ങൾ യാഗം കഴിയും, യാഗത്തളി കഴിയും. മാർപ്പതക്കത്തിൽ കത്തി കഴുകിയിടുന്നതിന് മുമ്പ് പുറകോട്ടൊരു നോട്ടം നോക്കും. ലേവ്യരുടെ യാഗം. ഒരു പ്രാവിൻ്റെ മുഖത്ത് രക്തം, മറ്റേ പ്രാവിൻ്റെ ഉടൽ. ഓ, ഇനി എന്തിനാ? ആ 4 കെട്ടുകൾ കിടക്കുന്ന സ്ഥലത്ത് തൻ്റെ മാർപ്പതക്കത്തിലെ കത്തി എടുത്ത് അറക്കും. അച്ചായ, അമ്മാമ്മേ, ജീവൻ കിട്ടിയ പ്രാവ്, രക്തം തെറിച്ച പ്രാവ് പിന്നെ പട്ടണത്തിലിരിക്കത്തില്ല. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും കർത്താവിന് വേണ്ടി കാട്ടാക്കടയും കൊണ്ണിയൂരും പൂവച്ചലും പുളിമോടും ഉണ്ടപ്പാറയിലും ഇറങ്ങിയ അച്ചായ, അമ്മാമ്മേ, ആരും നമ്മുടെ മുഖം കണ്ടില്ലെങ്കിലും നമ്മുടെ മുഖം കാണുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ വരാറായി. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും.